വാസി സാർ, സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള വിലാസ്, ബാക്കി എല്ലാവരെയും ഞാൻ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല, എല്ലാവരും പേര് എടുത്തു പറയാൻ അർഹരായിട്ടുള്ളവരാണ്. സിംഗപ്പൂർ മലയാളി സാഹിത്യ സമിതിയുടെ ഒരു കൂടിച്ചേരലാണിത്. ഞാൻ പലപ്പോഴും നിങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രബുദ്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. സാഹിത്യ തൽപരരായിട്ടുള്ള ആൾക്കാരാണ്, ഉന്നത നിലവാരം പുലർത്തുന്ന ആസ്വാദകരാണ്. ഇപ്പോൾ സുരേഷിനോട് പറഞ്ഞത് 3 ആഴ്ച കൂടുമ്പോൾ തന്നെ ഓരോ പരിപാടി ഉണ്ടെന്ന്. മാത്രമല്ല, അതെല്ലാം പുറത്തുള്ള മറ്റു ഭാഷകളിലുള്ള പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അതിനെ ആഴത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സെഷനുകളാണ് നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ കേരളത്തിൽ തന്നെ ഇങ്ങനെ പുറമെയുള്ള പുസ്തകങ്ങളെ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതി എവിടെ കാണാറില്ല. ചില യൂണിവേഴ്സിറ്റികളൊക്കെ പഴയ ക്ലാസിക്കുകളൊക്കെ എടുത്ത് ചർച്ച ചെയ്തു. പക്ഷെ ഇപ്പോ പുതുതായി വരുന്ന പുസ്തകങ്ങൾ, നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകങ്ങളും ബുക്കർ പ്രൈസ് കിട്ടിയ പുസ്തകങ്ങളും, ഇതിനെല്ലാം എടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതി കേരളത്തിൽ അടക്കമില്ല. എനിക്ക് തോന്നുന്നു മറ്റു ഭാഷക്കാരും അത് ചെയ്യുന്നുണ്ടാവില്ല. അത് പിന്നെ മലയാളിയുടെ ഒരു സവിശേഷമായ സ്വഭാവമാണ്. പുറത്തുള്ളതിനെ എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു തുറസ് നമ്മുടെ സംസ്കാരത്തിൽ. ആ ഒരു ഇൻക്ലൂസീവ്നെസ് കൂടിയാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രഭാഷണ പദ്ധതികളില്ലെങ്കിലും മാർക്യൂസ് ഒരു പുസ്തകം നമ്മൾക്ക് NS മാധവനാണ് പറഞ്ഞത്, കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മലയാളി എഴുത്തുകാരൻ മാർക്യൂസാണ്. മലയാളി എഴുത്തുകാരെക്കാട്ടിലൊക്കെ സുപരിചിതരാണ് മാർക്യൂസ്. ഇങ്ങനെ ഉള്ള ഒരു സംസ്കാരം നമുക്കുണ്ട്, പുറമെയുള്ളതിനെ കൈയും നീട്ടി സ്വീകരിക്കാറുള്ള. അപ്പോൾ ആ ഒരു പാരമ്പര്യം നിങ്ങൾ നിലനിർത്തുന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ബാസാർ ഇവിടെ ഈ പരിപാടിക്ക് വന്നു എന്നുള്ളതാണ്. കാരണം പിന്നെ അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. പിന്നെ ഈ ഇതിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയാസപ്പെട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ താരം സൂചിപ്പിച്ചു വരുന്നുണ്ടാവുന്നത്. ഞാൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ പിന്നെ പോയ കാലങ്ങളെ നന്ദി എന്നുള്ള ആത്മകഥാപരമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ക്രോഡീകരണം ഇവിടെ വളരെ ഗംഭീരമായിട്ട് പ്രകാശനം ചെയ്തു എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പ്രകാശിപ്പിച്ച അവസരത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു ആദരം രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിലേക്ക് അടക്കുന്നത് ഉചിതമാകുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. ബാസി സാറ് ഇന്നിപ്പോ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയത്തിൽ കുറെ ശാസ്ത്രമൊക്കെ കുറേശ്ശെ കടന്നു. ഇദ്ദേഹം രസതന്ത്രത്തില് ബിരുദധാരിയായിട്ടുള്ള ആളാണ്, എഴുത്തുകാരനാണ്. പലപ്പോഴും ഈ സയൻസിൽ ബിരുദവും വലിയ വിവരമുള്ള ആൾക്കാർ നല്ല സാഹിത്യകാരന്മാരായിട്ട് മാറുന്നത്. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കെമിസ്ട്രിയിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്. അധ്യാപകനായി വൈസ് പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. സിംഗപ്പൂരിൽ ഒരു കാരണവരായിട്ട് മാറി. അദ്ദേഹത്തിന്റെ കവിതകളെ പറ്റി വിലാസിനി എഴുതിയിട്ടുള്ള കുറിപ്പൊക്കെ എനിക്ക് വളരെ ഉല്ലാസം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കവി എന്ന നിലയ്ക്ക് സ്വയം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. ഒരു ഭാവഗായകനായിട്ടാണ് വിലാസിനി അദ്ദേഹത്തെ കാണുന്നത്. എനിക്ക് ആ കാലത്തിന്റെ ആ എഴുത്തിന്റെ രൂപം, ചെറിയാൻ ഒക്കെ ആ ഒരു ഏകദേശം അദ്ദേഹത്തിന്റെ പ്രായത്തിനോട് അടുത്ത് നിൽക്കുന്ന. അപ്പൊ അമേരിക്കയിലുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വലിയൊരു പുസ്തകം ഇറക്കാനൊക്കെ വേണ്ടി ഇപ്പോൾ മലയാളികളുടെ അവിടുത്തെ കൂട്ടായ്മയുടെ തലതൊട്ടപ്പനായിട്ടാണ് ചെറിയാൻ നിൽക്കുന്നത്. ചെറിയാൻ വലിയ എഴുത്തുകാരനായിട്ട് കവിയായിട്ട് വന്നിട്ടുള്ള ആളായിരുന്നു ചെറിയാൻ. അപ്പൊ അവരെയൊക്കെ പിന്നെ ആ കവിതകളുടെ രീതി ഒരു ഭാവഗീതത്തിന്റെ സ്വഭാവത്തോടു കൂടി ഒരു ഏകാന്തതയും അതോടൊപ്പം വിപ്ലവാത്മകതയും അതോടൊപ്പം ശുഭപ്രതീക്ഷയും എല്ലാം കലർന്നിട്ടുള്ളൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിട്ടുള്ള ഒരു എഴുത്താണ്. അത് ആ തലമുറയുടെ മുദ്ര ചാർത്തപ്പെട്ട എഴുത്താണ്. അപ്പൊ അത് ജെനുവിനായിട്ടുള്ള എഴുത്താണ്, ആത്മാർത്ഥതയാണ് ബാസി സാറിന്റെ എഴുത്തിന്റെ കൈമുദ്ര. ഒരു നാട്യവും കാപട്യവും ഇല്ലാത്ത എഴുത്തിന്റെ രീതിയാണ്.
അത് ഞാൻ ഊന്നി പറയാൻ കാരണം ഇന്ന് എഴുത്തിന്റെ രീതിയൊക്കെ മാറി കുറെ നാട്യപ്രധാനമായിട്ടുണ്ട്. അത് ഈ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യാം. മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ച് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ നാളെ ശ്രീകുമാർ പറഞ്ഞ കഥ വായിച്ചു എന്ന് പറഞ്ഞ മാതൃഭൂമിയിൽ പറഞ്ഞു. അപ്പൊ അതിൽ ഒരു ഊന്നി പറയുന്നത് ചില പഴയ കാര്യങ്ങൾ, നമ്മളുടെ നവോത്ഥാന കാലത്തുള്ള ചില മൂല്യങ്ങളൊക്കെ യൂണിവേഴ്സലാണ്, ഏത് കാലത്തും നിലനിൽക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് പലപ്പോഴും പഠിക്കാനില്ല. ഇവരെല്ലാം ആ നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളുടെ പരിസരത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അവരുടെ ആത്മാർത്ഥത, ചില കാര്യങ്ങളോടുള്ള പ്രതിബദ്ധത എന്നതിനെക്കാട്ടും കമ്മിറ്റ്മെന്റ് എന്നുള്ള വാക്കിനെക്കാട്ടും നല്ലത് കൺവിക്ഷനാണ്. ഉറച്ച കൺവിക്ഷൻ എനിക്ക് ഉണ്ട് എന്നതാണ്. ഇതെല്ലാം ഇന്ന് മാറിപ്പോകും. എൻ്റെ ആ കഥാപാത്രം തന്നെ അയാൾക്ക് കൺവിക്ഷൻ ഇല്ലാത്ത പ്രശ്നമായിട്ട് ചേട്ട കൊച്ചുപോകാനായിട്ടും ഐ വിൽ ബി ക്യാരിഡ് അവേ എന്ന് പറയുന്നു. ഓരോ ആശയം വരുമ്പോഴും ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളൊരു പ്രശ്നമായി. തലമുറയെ കുറ്റം പറയാം, ഈ കാലം അങ്ങനെയാണ്. ഈ സത്യാനന്തര കാലൊക്കെ ആകുമ്പോൾ സത്യമേതാ അസത്യമേതാന്ന് അറിയുമ്പോണ്ട് അപ്പൊ വായിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ക്യാരിഡ് അവേ. അല്ലാതെ എന്നും നിലനിൽക്കുന്ന ചില മൂല്യങ്ങൾ ഇടശ്ശേരിയുടെ ആ കാറിൽ കൂടെ പ്രസരിപ്പിക്കാനാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പൊ പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. വാസു സാറൊക്കെ ആ ഒരു മൂല്യ സരണിയിൽപ്പെട്ട ആളാകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഇനിയിപ്പോ ഈ വിഷയം ഞാൻ സുരേഷായിട്ട് സംസാരിച്ചപ്പോ ഇവിടെ പല വിഷയവും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏതാ സംസാരിച്ച വിഷയം ഏതാ സംസാരിക്കാത്ത വിഷയം എന്ന് അറിയാത്തതുകൊണ്ട് വെറുതെ എടുത്ത് ചോദിച്ചു. തന്നെ പറഞ്ഞുകൊണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോ വിജ്ഞാന സമൂഹ നിർമ്മിതിയെ പറ്റിയിട്ട് സംസാരിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അതിജീവനവും സാഹിത്യവും എന്നുള്ളൊരു വിഷയമായിരുന്നു. അത് ഇന്ന് പല നിലയ്ക്കും ഇന്നത്തെ ചരിത്രഘട്ടത്തിൽ മനുഷ്യരാശി എത്തി നിൽക്കുന്ന ഒരു ചരിത്രഘട്ടത്തിൽ നമ്മുടെ അതിജീവനം തന്നെ, മനുഷ്യവംശത്തിന്റെ അതിജീവനം തന്നെ വെല്ലുവിളിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന ശാസ്ത്രജ്ഞന്മാരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ജാഗ്രതാ സന്ദേശങ്ങൾ നൽകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് അതുമായിട്ട് സാഹിത്യത്തിന് എന്താ ബന്ധമില്ല. ഈ ശാസ്ത്ര രംഗത്തുള്ളവരൊക്കെ ആയിരിക്കും അതിജീവനത്തിന്റെ കാര്യത്തിനെ രക്ഷപ്പെടുത്താൻ സയൻസും ടെക്നോളജി അല്ലെങ്കിൽ ഈ സാഹിത്യകാരന്മാരെ കൊണ്ട് എന്താ പറ്റുക ചോദിക്കും. പിന്നെ ഈ മൈക്കും പിടിച്ച ആൾക്കല്ലേ ഇവർ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു മനോഭാവ രൂപീകരണത്തിൽ സാഹിത്യം ഇതാണ് രണ്ടും കൂടി ഞാൻ കണക്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിജീവനവും സാഹിത്യം എന്നാണ് വിഷയം. അതിജീവനം എന്ന വാക്ക് പരിഗണിക്കുമ്പോൾ രണ്ട് അർത്ഥമാനങ്ങൾ അതിന് നമുക്ക് നൽകാൻ. ഒന്ന് മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള അതിജീവനം, ഒന്ന് മനുഷ്യന്റെ സത്താപരമായിട്ടുള്ള അതിജീവനം. ഭൗതികമായിട്ടുള്ള അതിജീവനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യൻ മനുഷ്യവംശം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ മനുഷ്യവംശം നിലനിൽക്കുക എന്ന വിഷയം. അതിപ്പോ പ്രശ്നങ്ങൾ വരുന്ന ഒരവസ്ഥ തന്നെ. സത്താപരമായിട്ടുള്ള അതിജീവനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിലനിൽക്കുമ്പോൾ അവൻ സത്തയോടുകൂടിയാണോ, അവൻ മനുഷ്യന്റെ സവിശേഷമായ ഗുണഗണങ്ങളോടുകൂടിയാണോ, മേന്മയോടുകൂടിയാണോ, ശേഷികളോടുകൂടിയാണോ നിലനിൽക്കുന്നത്. അതാണ് സത്താപരമായിട്ടുള്ള അതിജീവനത്തിന്റെ പ്രശ്നം. ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ സാഹിത്യത്തിന് കൽപ്പുണ്ട്. അതായത് ഭൗതികമായ അതിജീവനത്തിന് മനുഷ്യനെ കൽപ്പിട്ടതാക്കാനുള്ള മനോഭാവ സൃഷ്ടിയിലും സാഹിത്യത്തിന് ഇതാക്കാൻ പറ്റും. സത്താപരമായിട്ട് മനുഷ്യൻ എങ്ങനെയെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യന്റെ ഗുണഗണങ്ങളും മനുഷ്യത്വം ഒക്കെ കളഞ്ഞിട്ട് ഒരു ചെറുത്താനായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യനില്ലാതിരിക്കുകയാണ്. അങ്ങനെ അല്ല, ആ മനുഷ്യന്റെ സത്താപരമായിട്ടുള്ള അതിജീവനത്തെ പറ്റി തന്നെ സംശയങ്ങൾ ഇപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തും സൈബോർഗുകളെ പറ്റിയിട്ടുള്ള ചർച്ചയിലൊക്കെ വന്നത്. സൈബോർഗുകളൊക്കെ വന്നാൽ സൈബോർഗ് നമുക്കറിയാം, അത് റോബോട്ട്, അത് യന്ത്ര മനുഷ്യ സംയുക്തമാണ്. യന്ത്രവും മനുഷ്യൻ ചേർന്നിട്ടുള്ള ഒരു സാധനം. അപ്പോ മനുഷ്യന്റെ സത്ത അത് നിലനിർത്തുമോ എന്നത് സിസക്കിനെ പോലുള്ളവരുമൊക്കെ ഹരാരി പോലുള്ളവരൊക്കെ ആലോചിക്കുന്ന പ്രശ്നമായി മാറി. ഇത് ആധുനികമായിട്ടുള്ള ഇത്ര പരിണാമത്തിൽ കൂടെ വന്നിട്ടുള്ള മനുഷ്യന്റെ സത്തയെ തകിടമറിക്കുന്നതായിരിക്കുമോ ഈ സൈബോർഗുകളൊക്കെ എന്നുള്ള സംശയമുണ്ട്. അതെങ്ങനെ പിടിച്ചു നിർത്തുക? ചിലർ പറയുന്നത് ഇതൊക്കെ വന്നാലും അതിനെ നിലനിർത്താൻ പറ്റും, പ്രശ്നമില്ല. ചിലർ പറയുന്ന അതിനെ തന്നെ അപകടപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾക്ക് നമ്മൾ പോകുമോ? അവർക്കുള്ള സംശയം ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളാണ്. അവർക്ക് ആര് ചത്താലും മനുഷ്യന്റെ സത്തയൊക്കെ പോയാലും അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി.
അതുകൊണ്ടുള്ള ഭയം, ഇതിനെല്ലാം ഈ ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന ഫൈനാൻസ് ക്യാപിറ്റലിസത്തിന്റെ ഏജന്റുമാർ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ മുന്നോട്ടുള്ള ലീപ്പുകൾ എവിടെ എത്തിക്കും, മനുഷ്യന്റെ സത്തയെ തന്നെ അപകടപ്പെടുത്തുമോ എന്ന ചിന്തകളുണ്ട്. ഇതിൽ രണ്ടിലും സാഹിത്യത്തിന് പ്രധാനപ്പെട്ട മനുഷ്യന്റെ സത്തയെ നിലനിർത്തിയാൽ, മനുഷ്യന്റെ സവിശേഷമായ സത്തയെ നിലനിർത്തിയാൽ മാത്രമേ മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള അതിജീവനവും കൂടി നിലനിൽക്കൂ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാഹിത്യത്തിന്റെ പ്രാധാന്യം? കാരണം മനുഷ്യനെ മനുഷ്യനാക്കിയ സത്യത്തിൽ മധ്യഭാഷ. അപ്പൊ മധ്യഭാഷയുടെ ഏറ്റവും സവിശേഷവും വേണമെങ്കിൽ ഉന്നതവും ഉദാത്തവുമായ ഒരു തലമാണ് സാഹിത്യം. അതുകൊണ്ട് തന്നെ മധ്യഭാഷയുടെ, മനുഷ്യനെ മനുഷ്യനാക്കിയ മധ്യഭാഷയുടെ ഉന്നതവും ഉദാത്തവുമായിട്ടുള്ള കാര്യമാണ്, പ്രതിഭാസമാണ് സാഹിത്യം എന്നതുകൊണ്ട് തന്നെ അതിന് മനുഷ്യന്റെ അതിജീവനത്തിലും ധാരാളം റോളുകൾ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ടില്ല. മനുഷ്യന്റെ ഭൗതികമായ അതിജീവനത്തിൽ പിന്നെ എങ്ങനെ സാഹിത്യം സാധിക്കും? അപ്പോൾ മനുഷ്യന്റെ ഭൗതികമായ അതിജീവനത്തിന്റെ വെല്ലുവിളികളെ പരിഗണിക്കാതെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് വെല്ലുവിളികളും. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം തന്നെ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം. ബുദ്ധിജീവികളുടെ ബന്ധവും ശാസ്ത്രജ്ഞന്മാരൊക്കെ ബേജാറായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സർക്കാരുകളുടെ തലപ്പത്തിരിക്കുന്ന മണ്ടന്മാർക്കാണെങ്കിൽ ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്നില്ല. ഇനിയിപ്പോ ഭൂലോകം ഇവരൊക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പഠനം നടത്തുന്നവരൊക്കെ ഒരു 50 കൊല്ലം ഇതേമാതിരി കാർബൺ എമിഷൻ നടക്കുകയാണെങ്കിൽ 1/3 ഭാഗം ഭൂലോകത്തിന്റെ വെള്ളത്തിലാവും. നരകതുല്യമായിരിക്കും. നമ്മളുടെ മക്കളുടെ കുട്ടികൾക്കും കൂടി ഒരു നരകം മുന്നോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ തിരിഞ്ഞു പോകുന്നത് നാം ആലോചിക്കുന്നത്. അത്രയ്ക്ക് അലാമിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ IPCS, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അവരുടെ പഠനങ്ങൾ, ഇപ്പൊ കോപ്പ് എന്ന് പറയും, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞിട്ട് പാരീസിൽ തുടങ്ങിയ മുതൽക്കാണ് അത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചത്. അവസാനം UAE ദുബായിൽ വെച്ചാണ് നടന്നത് കോപ്പ്. സത്യത്തിൽ ഒരു കോപ്പും നടന്നില്ല എന്നതാണ് അതിന്റെ കാര്യം. കാരണം അവര് അത്രയും കൂടി കാർബൺ ഫുട് പ്രിന്റ്സ് ഉണ്ടാക്കി നേതാക്കന്മാരൊക്കെ അവിടെ ഫ്ലൈറ്റിൽ വന്നിട്ട് അത്രയും കൂടി കാർബൺ എമിഷൻ ഉണ്ടാക്കുക, അല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇതിനെ എങ്ങനെ നേരിടുമെന്നതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ലോക നേതാക്കന്മാരാണ് നമ്മുടെ ഭൂലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം, 195 രാജ്യങ്ങളാണ് ഭൂമിയിലുള്ളത്. ഇതിൽ ഒട്ടുമുക്കാല് രാജ്യരാഷ്ട്ര നേതാക്കന്മാരും ഒന്നിനും കൊണ്ടുവരാത്തവരാണ്, തുറന്നു പറയാം. അപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇതിന്റെ മുമ്പ് ഈ രാഷ്ട്ര നേതാവ് കെന്നഡി പോലുള്ള ആൾക്കാർ സ്ഥാനത്താണ് ട്രംപിനെ പോലുള്ള ആള് ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇംഗ്ലണ്ടിലാണെങ്കിൽ ബോറിസ് ജോൺസനെ പറ്റി ബോർണായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നു. ബ്രസീലിലാണെങ്കിൽ ആ ജയപെർസനോരോന്ന് പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെ തോന്നിവാസാണ് അയാളെ കാട്ടിക്കൂട്ടി കോവിഡ് കാലത്ത്. അപ്പോൾ ഒരു സ്ത്രീയാകൊണ്ടായിരിക്കും ന്യൂസിലാൻഡിലെ ആ ജസിൻഡ ആർഡ്സൺ മാത്രമാണ് ജനങ്ങളോട് ഒരു കാരുണ്യത്തോടു കൂടി പെരുമാറിയ ഒരു ലോക നേതാവ് എന്ന് പറയും. ഞാനിങ്ങനെ വളരെ മോശമായിട്ട് ആൾക്കാരെ പറയാൻ വിചാരിക്കുന്നത്. നമ്മുടെ ലോകം അതൊരു സത്യാവസ്ഥയാണ്, നമ്മൾ അഡ്രസ് ചെയ്യേണ്ട സത്യാവസ്ഥ. മോശക്കാരെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമല്ല ഇത്. അവരുടെ താല്പര്യങ്ങൾ നോക്കുമ്പോൾ ഇത്രയധികം ജനകോടികളെ നയിക്കുന്നവര് അവരുടെ നിശ്ചിത താല്പര്യങ്ങൾ, അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയം, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ ജീവൻ മരണ പ്രശ്നത്തിൽ നീരാടുമ്പോൾ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാത്മാഗാന്ധിയുടെ മാതിരി വലിയ രാഷ്ട്ര തന്ത്രജ്ഞന്മാരുടെ സ്ഥാനത്ത് ഇന്ന് വളരെ ഡോഫായിട്ടുള്ള ആൾക്കാരെ ലോകം ഭരിക്കുന്ന ഒരു കാലമാണ്. ഇതൊരു വസ്തുത മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ പറയുന്ന കാലാവസ്ഥ വ്യതിയാനം വളരെ അലാമികമായിട്ടുള്ള കാര്യമാണ്. അത് വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കും, വരൾച്ച സൃഷ്ടിക്കും, ഈ മേഘസ്ഫോടനം കൊണ്ടുള്ള അതിതീവ്രമായ മഴ, പ്രളയം, വരൾച്ച, ഭക്ഷ്യക്ഷാമം, ഡിസ്പ്ലേസ്മെന്റ്, ആൾക്കാർ നിവൃത്തിയില്ലാതെ
ധ്രുവങ്ങളിൽ വെള്ളം ഉരുകി. ഇപ്പൊ നമുക്കറിയാം ചൂട്, ഇപ്പൊ പാലക്കാടൊന്നും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മള് പൊള്ളി അറിയത് തുടങ്ങി. 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടാതെ പിടിച്ചു നിർത്താമെന്ന് പറയണമെങ്കിൽ ഇപ്പം എല്ലാ രാഷ്ട്രങ്ങളും ബേസിക് ആയിട്ട് നയവ്യതിയാനങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പൊ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ വികസിത രാഷ്ട്രങ്ങളാണ് 79% കാർബൺ എമിഷൻ നടത്തുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ഒക്കെ ആയിട്ടുള്ള ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അവരാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുക നിങ്ങൾ വർക്കിംഗ് പറഞ്ഞത്. കാരണം ഇവന്മാര് പാവം ഒന്ന് ഒരു വീടും കുടിയൊക്കെ ഉണ്ടാക്കി വരുന്നതിന്റെ കാർബൺ എമിഷനാണ് ഇവര് കുറയ്ക്കാൻ പറയുന്നത്. ഇവരോ അമേരിക്കക്കാരനാണ് ഏറ്റവും അധികം ടൺ കാർബൺ ഫുട് പ്രിന്റ്. എത്ര 6 ടണ്ണോ മറ്റൊരു കണക്കുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളതൊക്കെ ഉണ്ട്. എനിക്ക് തെറ്റുപറ്റി, പക്ഷെ ആശയപരമായിട്ട് ഞാൻ പിഴക്കില്ല, അതാണ് എന്റെ വിശ്വാസം. പക്ഷെ ഫാക്ച്വൽ എറേഴ്സ് വരാം ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതിന് കോമ്പൻസേഷൻ വികസ്വര രാജ്യങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുള്ള തർക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏറ്റവും അധികം കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നതിൽ ചൈനയാണ്. ഇപ്പൊ 2ാം സ്ഥാനം ഇന്ത്യയാണ്. അതാണ്. പിന്നെ അമേരിക്ക വരുന്നുള്ളൂ, പിന്നെ യൂറോപ്യൻ യൂണിയൻ വരുന്നുള്ളൂ. ഇവരൊക്കെ കൂടി 83% വരും. അപ്പൊ എങ്ങനെ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഇത് കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു വിനാശത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയിൽ. അപ്പോ ഇതും സാഹിത്യം കൂടി എന്താ ബന്ധമെന്ന് പറഞ്ഞാൽ മനോഭാവത്തിന്റെ വ്യത്യാസം. ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പ്രശ്നം, അവനവന്റെ സ്വാർത്ഥത, ഇൻഡിവിജ്വലിസം. അതൊരു വ്യക്തിയാണെങ്കിലും ഇൻഡിവിജ്വലിസം, രാഷ്ട്രമാണെങ്കിലും. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഗുണം മാത്രം, അമേരിക്കക്കാർക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന ഒരു ചിന്തയായിട്ടാണ് ട്രംപ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒരു അപകടത്തിലും മഹാമാരികൾ എന്ന കാര്യത്തിലും ശരിക്കും ഒറ്റ രാഷ്ട്രത്തിന് മാത്രമായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാവർക്കും കൂടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ ഇവര് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു സെൻസിറ്റിവിറ്റി എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സാഹിത്യം അതാണ് ഉണ്ടാക്കുന്നത്. അവരനെ മനസ്സിലാക്കുകയും പരക്ലേശ വിവേകം ഉണ്ടാക്കുകയും വിവേകം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹിത്യത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിൽ ഒരു വീക്ഷണ വ്യതിയാനം ഉണ്ടാക്കും. അങ്ങനെ ജനങ്ങളുടെ വീക്ഷണ വ്യതിയാനം കൊണ്ട് ഈ രാജ്യങ്ങളെ പറയുന്ന ഈ ജനസഞ്ചയത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമേ ഇന്നത്തെ ഈ ഗവൺമെന്റ്, ഈ ലിബറൽ ഡെമോക്രസിയുടെ ഗവൺമെന്റുകളെ കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാഹിത്യം ഉണ്ടാക്കുന്ന മനോഭാവ മാറ്റം സത്യത്തിൽ പിന്നെ ഇങ്ങനെയുള്ള ഗവൺമെന്റുകളെല്ലാം സ്വാധീനിച്ചുകൊണ്ട് പിന്നെ അതിജീവനത്തിനെ, ഭൗതികമായ അതിജീവനത്തിനെ തന്നെ ഇത് പിന്നെ രക്ഷപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഞാൻ സാഹിത്യത്തിന്റെ മറ്റു കാര്യം പറഞ്ഞു. ഭാഷയുടെ ഉന്നതവും ഉദാത്തവുമായിട്ടുള്ള ഈ രൂപം മനുഷ്യനാക്കുന്ന ഭാഷയുടെ ഒരു സവിശേഷത. അത് നമുക്ക് ഇതിന്റെ അവസാനത്തിലേക്ക് വരാം. അപ്പൊ ഈ ആദ്യത്തെ ഈ വെല്ലുവിളിയുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. പിന്നെയുള്ള വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മഹാമാരികളാണ്. അതെപ്പോഴും വരാമെന്ന് പിന്നെ യുണൈറ്റഡ് നേഷൻസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കോവിഡ് പറഞ്ഞപ്പോഴേക്ക് എന്തോ ഒരു അരണബുദ്ധിയുള്ള ഒരു വർഗമായല്ലോ മനുഷ്യർക്ക് പലപ്പോഴും തോന്നുന്നത്. കോവിഡ് മാറിയപ്പോഴേക്ക് നമ്മൾ പറ്റ മറന്നുപോയി എന്നുള്ള കാര്യം. ഇനിയിപ്പോ ഇതിലും ഭീകരമായിട്ടുള്ളൊരു സാധനം ഡ്രസ് റിഹേഴ്സൽ നടത്തുന്നുണ്ട്. UN സെക്രട്ടറി ജനറൽ പറഞ്ഞുകൊണ്ടിരിക്കുക. വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗത്തുള്ള ഫീഡ്ബാക്കുകൾ കൊണ്ടാണ് അവർ പറയുന്നത്. ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളുമില്ല. ഇപ്പൊ റിവെഞ്ച് ടൂറിസം എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിക്കുകയാണ്. കോവിഡ് കഴിഞ്ഞപ്പോഴൊക്കെ എന്നെ യുദ്ധം പൊട്ടി. ഇങ്ങനെ വിവേകമില്ലാത്തൊരു വർഗമായും ഇത്ര സുന്ദരനും സുന്ദരിമാരുമാണ് മനുഷ്യന് ഉറൂപൊക്കെ പറഞ്ഞ ഈ വർഗം ഇങ്ങനെ വിവേകമില്ലാത്തതായില്ലേ എന്ന് നമ്മൾ വളരെ ഏകാന്തമായി ചിന്തിക്കുമ്പോൾ നമ്മളെ അടക്കം കുറ്റപ്പെടുത്തും. കോവിഡ് മാറാൻ കാത്തിക്കായിരുന്നു ഉക്രൈനിൽ അടിച്ചു കൂട്ടി. ഇതാ ഇപ്പോതാ ഇസ്രയേലും പാലസ്തീനും കൂടി പാലസ്തീൻ ജനതയെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്തോന്യാസാണ്. പിന്നെ ഹമാസ് വളരെ കലാപരമായിട്ട് ആടുകയും പാടുകയും ചെയ്യുന്നവരെയാണ് അവർ ഒന്നായിട്ട് വന്ന് തോന്നുന്നത്. അതിന് ആ ഒരു കാരണം കിട്ടിയപ്പോൾ ഇസ്രയേൽ നീചമായിട്ട് ഈ യുദ്ധമൊക്കെ അവരെ മാത്രം ബാധിക്കുന്നില്ല. ഇതെല്ലാം ഏറ്റവും അധികം കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നതാണ്. ഓരോ യുദ്ധം നടക്കുമ്പോഴും അത്രയ്ക്ക് നമ്മളെ തൃശ്ശൂർ പോലെ തന്നെ നിർത്തണമെന്ന് പരിസ്ഥിതിവാദി അതുണ്ടാക്കുന്ന കാർബൺ എമിഷൻ അതിൽ എത്രയോ മടങ്ങാണ് ഒരു യുദ്ധം ഉണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം. ഇതൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മളിവിടെ ഇടയ്ക്ക് ഇങ്ങനെ കൂടിയാണ് മാത്രം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. അതേപോലെ തന്നെ മഹാമാരികൾ, കോവിഡ് നൽകിയിട്ടുള്ള
ഈ പാഠങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കോവിഡ് നൽകിയ പാഠങ്ങളെപ്പറ്റി ഞാൻ ഓരോന്നായിട്ട് കുറച്ച് പറയാം. എന്നിട്ട് സാഹിത്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് സാഹിത്യത്തിലേക്ക് കടക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കോവിഡ് ആകെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഭാവ മാറ്റമുണ്ട്. അതായത് വിവരമുള്ളവർക്ക് എല്ലാവർക്കും ഒന്നും മനോഭാവ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അത് മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു ലോകം എന്ന സങ്കല്പമേ മാറ്റി. ഹാറൂൺ റഷീദിന്റെ ഒരു കവിത ഞാൻ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ കോവിഡിനെ പറ്റിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ്. ഞാനും നാളത്തെ കഥയൊക്കെ എഴുതിയിരുന്നു. കോവിഡിനെ പറ്റി ഏറ്റവും അധികം മലയാളത്തിൽ കഥ എഴുതിയിട്ടുള്ളത് ഞാനാണെന്ന് ആരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഹാറൂൺ റഷീദിന്റെ കവിത നമുക്ക് കേൾക്കാം. കോവിഡിനെ പറ്റിയിട്ടുള്ളതാണ്. നാം ഒരു ലോകത്തിൽ ഉറങ്ങി, മറ്റൊരു ലോകത്തിൽ ഉണർന്നു. പെട്ടെന്ന് സിഡ്നി നഗരം ഐന്ദ്രജാലികമല്ലാതായി, പാരീസ് കാൽപ്പനികമല്ലാതായി, ന്യൂയോർക്കിന് പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി, ചൈനയിലെ വൻമതിൽ മഹാദുർഗമല്ലെന്നായി, മെക്ക പോലും വിജനമായി. ആശ്ലേഷങ്ങളും ചുംബനങ്ങളും ഇതാ പെട്ടെന്ന് ആയുധങ്ങളായി മാറും. അച്ഛനമ്മമാരുടെയും സുഹൃത്തുക്കളുടെയും വിരുന്നുവരവ് സ്നേഹപ്രകടനമല്ലാതാകും. സമ്പത്തിനും സൗന്ദര്യത്തിനും അധികാരത്തിനും വിലയില്ലാതാകും. അവയ്ക്കൊന്നും ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായ പ്രാണവായു നൽകാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഭൂമി അപ്പോഴും ജീവിക്കുന്നു, മനോഹരിയായി തുടരുന്നു. മനുഷ്യരെ അവർ കൂടുകളിൽ അടയ്ക്കുന്നു എന്ന് മാത്രം. അവൾ ഒരു സന്ദേശം കൈമാറുകയാണ്: നിങ്ങൾ അനിവാര്യമല്ല. നിങ്ങളില്ലാതെയും ഭൂമിയും ജലവും ആകാശവും നിലനിൽക്കും. തിരിച്ചു വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ എൻ്റെ അതിഥികളാണ്, യജമാനന്മാരല്ല. ഇതൊരു പാഠമാണ്. മനുഷ്യന്മാരോട് പറയാം, നിങ്ങൾ പ്രകൃതി പറയാം, വലിയൊരു റിയലൈസേഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ മനുഷ്യന് വേണ്ടി മനുഷ്യനാൽ എന്ന കാഴ്ചപ്പാട് സത്യത്തിൽ വിവരമുള്ളവർക്ക് മാറ്റുന്ന രീതിയിലുള്ള ഇതാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. ഞാൻ അതിനെ ദൈവമാണ് എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാൻ. ഈ ദൈവം അതിന്റെ സന്ദേശം ചെറിയൊരു ജീവിയിൽ കൂടെ മനുഷ്യൻ അവസാനത്തെ സന്ദേശമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും അവതാരങ്ങളിലൊക്കെ തന്ന സന്ദേശത്തെക്കാൾ വലിയ സന്ദേശമാണ് കോവിഡിന്റെ അണു നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ അത് കുറച്ച് ആ പാഠം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ അത് ഈ അണുവാണെങ്കിലും വളരെ വൈറസ് എന്ന് പറഞ്ഞാൽ അറിയാം, ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ആണ്. ജീവൻ വെച്ച ജീവനിൽ വെച്ച ജീവൻ ഇല്ല. അത് ഒരു ആതിഥേയ ശരീരത്തിൽ എത്തുമ്പോഴേ എത്രയാണ് ജീവൻ വിട്ടുള്ളൂ, ജീവന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അതും വളരെ സിംബോളിക്കാണ്. അപരനിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അതിന്റെ ആത്മത്തിന് ഐഡന്റിറ്റി ഉണ്ടാവുക. ശരിക്കും മനുഷ്യനും അങ്ങനെയാണ്. അവരുണ്ടാവുമ്പോഴേ നമ്മൾക്കും ഐഡന്റിറ്റി ഉണ്ടാവുന്നുള്ളൂ. ഇപ്പൊ കോവിഡ് അതിന്റെ ജീവിതം കൊണ്ട് തന്നെ അത് തെളിയിക്കുകയായിരുന്നു. മനുഷ്യന് വലിയ പാടാണത്. കാരണം അതിഥിയുടെ ശരീരത്തിൽ, അപരന്റെ ശരീരത്തിൽ വരുമ്പോഴേ തനിക്ക് ജീവൻ തന്നെ ഉണ്ടാവുള്ളൂ. മനുഷ്യനും അപരനിൽ ഉണ്ടാവുമ്പോഴേ മാത്രമേ എനിക്കും ജീവൻ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ ഈ വലിയ ബൈക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടെങ്കിൽ എത്രയോ അപരന്മാരുടെ പ്രയത്നത്തിന്റെ, സംഭാവനയുടെ, ചിന്തയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ഞാൻ വർത്താനം പറയുന്നത്. അല്ലാതെ എനിക്കൊന്നും കഴിയില്ല. മറ്റുള്ളവരിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പൊ കോവിഡ് അത് തരുന്നുണ്ട്. അപ്പോൾ ഈ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ആണ്. പണ്ടൊന്നും ഇതിന് നോ ട്രീറ്റ്മെന്റ്, നോ മെഡിസിൻ എന്നാണ് ഉണ്ടായത്. ഇപ്പോൾ റിട്രോവൈറൽ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ പല വൈറസുകളും ഉണ്ട്. ഇവിടെ ലോകത്തെ വറപ്പിച്ച വൈറസുകളുണ്ട്. വസൂരി, പിന്നെ പേപ്പട്ടി വിഷം, സ്പാനിഷ് ഫ്ലൂ, H1N1, നിപ്പ മുതലായിട്ടുള്ള. പക്ഷെ ഈ കോവിഡ് മാറി മനുഷ്യൻ നാഗരികതയെ സംബന്ധിച്ച ഒരു കാര്യമില്ലായിട്ടില്ല ലോകത്ത്. ശരി, രണ്ടാം ലോകമയുദ്ധമൊക്കെ ഉണ്ടായിട്ടുള്ള പാലക്കാട് ജില്ലയിലൊന്നും പലരും അറിഞ്ഞിട്ടില്ല. കാരണം പാലക്കാട് ജില്ല മോശമായിട്ടില്ല. അവിടെ കുറച്ചും കൂടി കേരളത്തിൽ കുറച്ച് ഗ്രാമവിശേഷിക്കുന്ന സ്ഥലമാണ് പറയാം. അവിടെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല പലരും. പക്ഷെ കോവിഡ് അറിയാത്ത ഒരാൾ ലോകത്തുണ്ടാവും. ഏത് മുക്കിലും ഏറ്റവും അധികം ഉച്ചരിക്കപ്പെട്ട പദം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ കോവിഡ് എന്ന പദമാണ് ശരിക്കും ഏറ്റവും അധികം ഉച്ചരിക്കപ്പെട്ട പദം. വേറെ ഒന്നുമല്ല.
ദൈവം എന്നുള്ള പദമോ വേറെ ഒരു പദവുമല്ല ഉച്ചരിക്കപ്പെട്ടിട്ട് ഈ കോവിഡ് എന്നുള്ള പദമാണ്. എല്ലാ ഭാഷയും ഉച്ചരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ കോവിഡിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സന്ദേശം തരാൻ അതിന് ഈ ഫെറ്റാലിറ്റി റേറ്റ് 5%, സ്പ്രെഡിങ് റേറ്റ് വളരെ വേഗമാണ്. 5% ആൾക്ക് 100 ആൾക്ക് വിളിച്ചിട്ട് 5 ആളെ വരും. എന്നാൽ നിപ്പയ്ക്കൊക്കെ 67%. പിന്നെ പേപ്പറ്റിവിഷൻ 100%. ആദ്യമേ ഇമ്മ്യൂണിറ്റി പറഞ്ഞില്ലെങ്കിൽ 100% ആൾ മരിച്ചു. അപ്പോൾ നമുക്ക് അതൊരു ശാസ്ത്രീയമായ ഒരു തിരിച്ചറിവ്. ഈ കോവിഡിന്റെ ഈ സ്പ്രെഡിങ് റേറ്റും പിന്നെ പേപ്പറ്റിവിഷത്തിന്റെ ഫെറ്റാലിറ്റി റേറ്റും കൂടി ഒരു വൈറസ് വരികയാണെങ്കിലോ കഴിഞ്ഞു, മനുഷ്യന്റെ പണിയെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു ജാഗ്രതയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടം കൊണ്ട് വലിയ കാര്യങ്ങളുണ്ടാക്കി നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അല്ലാതെ എങ്ങനെയാ ഈ വാക്സിൻ ഇത്ര വേഗം ഉണ്ടാക്കി? പിന്നെ പണ്ട് ലൈവ് വാക്സിൻ ഉണ്ട്, കിൽഡ് വാക്സിൻ ഉണ്ട്, പിന്നെ mRNA വാക്സിൻ വളരെ വേഗത്തിൽ ജനീകമായിട്ടുള്ള ഒരു കോഡ് വിട്ടിട്ടാണ് ഈ ഫൈസറൊക്കെ ഇറക്കിയിട്ടുള്ള ഈ വാക്സിൻ വരുന്നത്. വലിയ അഡ്വാൻസ്മെന്റ് ആണെന്നാ പറയുന്നത്. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്ക് ഇത് പിടിച്ചു വെക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ശാസ്ത്രത്തെ ഒഴിവാക്കിയിട്ട് വെറും സാഹിത്യം കൊണ്ട് പിന്നെ ഇതിനൊന്നും നേരിടാൻ പറ്റില്ല, ശാസ്ത്രീയമായ തന്ത്രം കൊണ്ട്. പക്ഷെ സാഹിത്യത്തിന് ഇതിനെ ആക്സെപ്റ്റബിൾ ആക്കാൻ പല ആൾക്കാരും ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കില്ല. ഇതെല്ലാം വേറൊരു വാദം, ഇതൊക്കെ കോർപ്പറേറ്റുകൾ പണം ഉണ്ടാക്കാനുള്ള പരിപാടി വെച്ചിട്ട് ഇതിന് പോകില്ല. അത് വേറെ മൗലികവാദം. ശരി, അതും വലിയ തമ്മാടിത്തരാം. വാക്സിനേഷൻ എടുക്കാതെ മറ്റുള്ളവർക്കും കൂടി വരും. അല്ലെങ്കിൽ ഇത് അങ്ങനെ വരുള്ളൂ. ഇതൊക്കെ പ്രകൃതിയുടെ അതാന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഒരു ഡിഫീറ്റിസ്റ്റ് ആയിട്ട് മെന്റാലിറ്റി പുലർത്തുന്ന വരും. പക്ഷെ സാഹിത്യത്തിന് പിന്നെ ഇതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ കോർപ്പറേറ്റുകൾ ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാരണം ലാഭം തന്നെയാണല്ലോ. കാരണം എന്തുകൊണ്ട് അന്ന് വലിയ ചർച്ച, എന്തുകൊണ്ട് എല്ലാ കമ്പനികളും വാക്സിന് വേണ്ടി പിറകെ നടക്കുന്നു? മരുന്ന് റിട്രോവൈറൽ മരുന്ന് മാറില്ല, ആ ഭാഗത്ത് തീരെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായില്ല. കാരണം മരുന്നിച്ച സൂട്ട് വരുന്നവർ മാത്രമേ വാങ്ങൂ. വാക്സിൻ എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടമാണ്, ലോകത്തുള്ളവരെല്ലാവരും വാങ്ങും. ഇതിലെല്ലാം ഈ ലാഭത്തിന്റെ താല്പര്യം. ഇതിൽ നിന്ന് വിമുക്തമായിട്ട് എങ്ങനെ ഈ ശാസ്ത്രീയമായ നേട്ടങ്ങളെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും? കാരണം മനുഷ്യന്റെ നിലനിൽപ്പ് കൂടി ബാധിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ പോക്കറ്റിലേക്കുള്ള പണത്തിന്റെ കാര്യമല്ല എന്ന റിയലൈസേഷന്റെ, അതായത് സഹജീവി സ്നേഹത്തിന്റെ പരക്ലേശ വിവേകത്തിന്റെ എല്ലാമുള്ള സന്ദേശങ്ങൾ സാഹിത്യത്തിൽ കൂടി. പോസ്റ്റ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്നതിനെക്കാട്ടും പ്രധാനം പോസ്റ്റ് കോവിഡ് ലിറ്ററേച്ചർ ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യനെ ബോധവാന്മാരാക്കുന്നത്. അതിജീവനത്തിന് സാഹിത്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ രാഷ്ട്രീയമായ തിരിച്ചറിവുകൾ ഈ കോവിഡ് ഉണ്ടാക്കി. ഈ നമ്മുടെ ഈ ലിബറൽ ഡെമോക്രസി എത്ര ദുർബലമാണ് എന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ എത്ര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അമേരിക്കൻ ട്രംപ് എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ നായകനായിട്ടുള്ള ഒരാൾ നിങ്ങളെ കീടനാശിനി കുടിച്ചാൽ മതി അഡ്വൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുക്കുന്നത്? ബോറിസ് ജോൺസനെ പറ്റി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വിഭജന സമയത്തേക്കാൾ കൂടുതൽ ആൾക്കാർ റോട്ടിൽ കൂടെ പെട്ടെന്ന് ലോക്ക്ഡൗൺ ഇതാക്കിയതിന്റെ പേരിൽ മരിച്ചുപോയിരുന്നതാണ്. ആരാണ് ഇതിനൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്? ആൾക്കാർ റോട്ടിൽ മരിക്കുകയായിരുന്നു. നമ്മൾ വേറെ പിന്നെ കിണ്ണം പൊട്ടാനും ഒക്കെയുള്ള ആഹ്വാനം നൽകുന്ന അവസരത്തിൽ ഇതിന്റെ അപ്പോൾ ഒരുതരം റെസ്പോൺസിബിലിറ്റി നമ്മളെല്ലാവർക്കും, നമ്മളുടെ രാഷ്ട്ര നേതാവിനെ പറ്റിയല്ല, ലോകത്തുള്ള എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ, ജെസിന്ത ആർഡൻ മാത്രമാണ് ന്യൂസിലൻഡിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വരും. അപ്പൊ അതാണ് പറഞ്ഞത് ഫെമിനിസ്റ്റുകളെ പെണ്ണുങ്ങളെ ആക്കുന്ന, സ്ത്രീകളെ ആക്കുന്ന ലോകരാഷ്ട്രം. ഇതൊരു ശരിയാ തോന്നിപ്പോയി സത്യത്തിൽ. അങ്ങനെയുള്ള പിന്നെ എങ്ങനെ എത്രത്തോളം പിന്നെ അതിന്റെ പേരിൽ ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പ്രശ്നം ഒരു സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ ആണ്, എമർജൻസി ആണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം കവരുകയും സർവൈലൻസ് നടത്തുകയും ഇത് കടത്തന്നേച്ചാൽ വേണ്ടി വരും. പക്ഷെ അത് ജനങ്ങളുടെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കാൻ എഡ്വേർഡ്സിനോടൊക്കെ പറയുന്ന പോലെ പിന്നെ ഒരു ടൈറണിയായിട്ട് മാറുന്ന അവസ്ഥാവിശേഷം വരുന്നു. പിന്നെ തെർമൽ സ്കാനർ, ഫേസ് റെക്കഗ്നിഷൻ, സിംഗപ്പൂരിലത്തെ കാര്യം, സിംഗപ്പൂർ ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ്.
ഇവിടെ എത്രത്തോളം അതിനെ ഡീൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന സംവാദ സെഷൻ. ഇവരെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പല ഭരണകൂടങ്ങളും ഇത് ജനങ്ങളുടെ സ്വകാര്യത കവരാനുള്ളതാക്കി മാറ്റി. ഇനി ഇപ്പോ നമുക്ക് എവിടെയും നമുക്ക് ഒരു ഓവർ സ്കിൻ സർവൈലൻസ്, ഒരാൾക്കും പ്രൈവസി ഇല്ല, അങ്ങനെ ഗവൺമെന്റുകൾക്ക് സാധ്യമാണ്. ഇനി അണ്ടർ സ്കിൻ സർവൈലൻസ് കൂടി വരുമോ എന്ന സംശയം. നമ്മൾ മനസ്സിലെന്തെങ്കിലും വിചാരിക്കുമ്പോഴേക്ക് സർക്കാരിന് വിവരം കിട്ടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഗവൺമെന്റുകൾ വളരെ ഭീകരമായിട്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരു അവസ്ഥയ്ക്ക് കൂടി ഈ കാര്യങ്ങൾ നയിച്ചു. അത് വലിയൊരു അപകടത്തിലേക്ക് പോകാവുന്നതാണ് തിരിച്ചറിവുണ്ടായത്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള തിരിച്ചറിവ്, ഈ ക്യാപിറ്റലിസം, ഫൈനാൻസ് ക്യാപിറ്റലിസം ആണ് ഇപ്പോൾ ഇവിടെ ലോകം മുഴുവൻ ഭരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പരിമിതികൾ നാം മനസ്സിലാക്കി. അതൊരു തരം ശാന്തിനി ക്യാപിറ്റലിസം ആണെന്ന് പോലും നമുക്ക് തോന്നുന്നൊരവസ്ഥയില്ല. ഇപ്പം ന്യൂയോർക്ക് പോലെയുള്ളൊരു സ്ഥലമൊക്കെ സ്തംഭിച്ചിട്ട് അവിടെ പല മലയാളികൾ കുടുങ്ങിയ കോവിഡ് കാലത്ത് അവർ ഭയന്ന് പറിച്ചിട്ട് നാട്ടിലൊന്നും അത്ര ബേജാറുണ്ടായിരുന്നില്ല. കേരളത്തിൽ ഇപ്പോഴും കുറച്ച് ഈ പബ്ലിക് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ ഇൻഷുറൻസ് ഇല്ലാത്തതൊന്നും ഒരു രക്ഷയുമില്ല. പിന്നെ അവര് പലപ്പോഴും ഇവിടുന്ന് സൂക്കേട് പിടിച്ച വലിയ അസുഖങ്ങൾ ചികിത്സിക്കാനുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള അമേരിക്കയിൽ ഈ കോവിഡ് വന്ന സമയത്ത് പിന്നെ ഇതില്ല, മറ്റേ എന്താണ് മാസ്ക് അല്ല, മറ്റേ വെന്റിലേറ്റർ ഇല്ല. വെന്റിലേറ്റർ തികയുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പാൻഡമിക്കിനൊന്നും അവർ ശ്രദ്ധിച്ചില്ല. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഈ കോസ്മെറ്റിക് സർജറി ഇതൊക്കെയാണ് ലാഭം ഉണ്ടാക്കുന്നവർക്ക് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യവും ലാഭവും കൂടി കണക്കിടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ ഇതിനൊന്നും സജ്ജമല്ലാതെ അപ്പോ അമേരിക്കയില് പിന്നെ ഒരു വൈസ്മൻ പ്രോട്ടോകോൾ ഏർപ്പെടുത്തിയിരുന്നു നമ്മുടെ പലരും ഹോസ്പിറ്റലിൽ. അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 100 വെന്റിലേറ്ററുള്ള ഹോസ്പിറ്റലാണെങ്കിൽ 150 ആൾക്കാർ വരുകയായിരിക്കും. 100 ആളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർമാർ ഒരു കമ്മിറ്റി, അതാണ് വൈസ്മൻ എന്ന് പറയും. അവർക്ക് ആര് ജീവിക്കണം, ആര് മരിക്കണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഒരു ഡോക്ടർക്ക് ഒരിക്കലും ഒരാളെ കൊല്ലാൻ തീരുമാനമെടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്ക് മനുഷ്യത്വരഹിതമായിട്ടൊരു അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചു എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിസം, ഈ ഫൈനാൻസ് ക്യാപിറ്റലിസം ഏറ്റവും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമില്ല. ലോകം ഭരിക്കുന്ന ഈ ലോകക്രമം പലപ്പോഴും ഈ ക്യാപിറ്റലിസത്തിനോട് പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ റഷ്യയിലൊക്കെ ചെയ്ത കടുകൈകളും ഇപ്പോഴവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് ചൈനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ നോക്കിയിട്ട് അതിനോട് എതിർപ്പ് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു പകരമായിട്ട് there is no other alternative എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ എടുക്കുന്നത്. പക്ഷെ ഇതിനെ തന്നെ മാറ്റി കഴിഞ്ഞ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ക്യാപിറ്റലിസോ എന്തെങ്കിലും ആക്കിയില്ലെങ്കിൽ ഇനി നിലനിൽക്കുവാൻ പറ്റില്ല എന്ന് വലിയ ചിന്തകരൊക്കെ കണ്ടെത്തിയിട്ടുള്ള അവസ്ഥ. പിന്നെ ഐഡിയോളജിക്കലായിട്ടുള്ള തിരിച്ചറിവ്, പിന്നെ ഇങ്ങനെ ഒരു ഈ ലോകം മുഴുവൻ ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒക്കെ ഇൻഡിവിജ്വൽസാണ്. ഇൻഡിവിജ്വലിസത്തിന് വലിയ പ്രാധാന്യങ്ങൾ അതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഇൻഡിവിജ്വലിസത്തിന്റെ പ്രാധാന്യം പിന്നെ ഇവരാണ് കൂടുതൽ ജോർജ് ബുഷും മാർഗരറ്റ് താച്ചറും ആയിരുന്നു അതിന്റെ വലിയ അപ്പോസ്തലന്മാര്. ബുഷ് പറഞ്ഞ എന്താ വെച്ചാൽ ഗവൺമെന്റ് കാൺ സോൾവ് എനി പ്രോബ്ലം ബിക്കോസ് ഗവൺമെന്റ് ഇസ് ദി പ്രോബ്ലം. സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജനങ്ങളുടെ ഹിതത്തെ, സർക്കാർ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സർക്കാരിന് ജനങ്ങളുടെ ഹിതത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജനങ്ങളുടെ ഹിതമായിട്ട് ഗവൺമെന്റിന്റെ പ്രോബ്ലമാണ്. പിന്നെ മാർക്കറ്റിന് വിട്ടുകൊടുക്കുക എന്നുള്ളത്. പക്ഷെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇത് ഈ ഐഡിയോളജി. പിന്നെ ഓൺലി ഇൻഡിവിജ്വൽ സക്സസ് സൊസൈറ്റി ഈസ് ആൻ അബ്സേർഡ് ഐഡിയ. ഇൻഡിവിജ്വലേ ഉള്ളൂ, സൊസൈറ്റിയിലാണ്. മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ പരിഹസിക്കുന്നതാണ്. ശരിക്കും മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. സാഹിത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും. മനുഷ്യൻ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലിസത്തിന് യാതൊരു അർത്ഥവുമില്ല. അതാണ് അബ്സർഡിറ്റി എന്ന് പറയും. ഈ ഇൻഡിവിജ്വലിസം വളർന്നിട്ട് എന്തായി, കോവിഡ് സമയത്ത് കൂടി ഈ ഇൻഡിവിജ്വലിസത്തിന്റെ ചെറുപ്പക്കാരാണ് ഞങ്ങൾക്ക് മുടി വെട്ടണം, ഞങ്ങൾക്ക് ബാറിൽ പോകണം, തന്തയും തലയും മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള നിലയ്ക്കുള്ള പിന്നെ വിപ്ലവം ഉണ്ടാക്കി. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് സഹജീവി ഒരു പരിഗണനയില്ല. കൺസേൺ ഫോർ ദി അതർ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് ഈ ഇൻഡിവിജ്വലിസം. അവനവൻ എന്നൊരു സാധനം, ഞാൻ
എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. അതിപ്പോ വളരെ ലോകത്ത് തന്നെ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ വിഷ്വൽ ഇതിലൊക്കെ വരുന്ന സമയത്ത് ആരും ഇല്ലല്ലോ. എല്ലാവരും ആരും നമുക്ക് സ്വന്തം എന്ന് പറഞ്ഞില്ല. അന്യ ജാതിക്കാരൻ ശത്രുവാണ്, അന്യ മതക്കാരൻ ശത്രുവാണ്, അന്യ ഭാഷക്കാരൻ ശത്രുവാണ്, ഭാര്യ ശത്രുവാണ്, ഭർത്താവ് ശത്രുവാണ്, ഞാനും എൻ്റെ മൊബൈൽ ഫോണും മാത്രം മതിയെന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പണ്ട് പറയാൻ ഞാനും എൻ്റെ തട്ടാനും ഭാര്യ തട്ടാനൊക്കെ പോയി, ഞാനും എൻ്റെ മൊബൈൽ ഫോണും മാത്രമാണ് ഉള്ളത്. അപ്പൊ അത് ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് ശരിയാണോ എന്നൊരു ചോദ്യം ഈ കോവിഡ് തെളിയിച്ചു. പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള വലിയ തിരിച്ചറിവ് നമ്മുടെ സമയത്ത് നീ അല്ലാതെ പോയി അരമണിക്കൂറായി പാരിസ്ഥിതികമായിട്ടുള്ള മനുഷ്യന് പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കൊക്കെ എത്ര നമ്മൾ എതിര് പ്രവർത്തിച്ചു. കോവിഡ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് കൊരങ്ങന്മാര് തുള്ളിച്ചാടി അടക്കം മയിൽ നൃത്തം വയ്ക്കുക. അപ്പോ അവരെ നമ്മൾ എത്ര അവരുടെ ജീവിതയോഗ്യമല്ലാതാക്കി എന്നതാണ്. അവര് സന്തോഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കടുത്ത പാവാണ് വിട്ടോടൊക്കെ നമ്മൾ ചെയ്തിരുന്നു, മനസ്സിലായി. മാത്രല്ല ഈ ലോക്ക്ഡൌൺ ചെയ്തതോടുകൂടി ഒരിക്കലും തുന്നിച്ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഓസോൺ പാളികളൊക്കെ തുന്നിച്ചേർക്കപ്പെട്ടു. നമ്മുടെ മലിനമയമായിട്ടുള്ള പുഴകളൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടു. അന്തരീക്ഷ മലിനീകരണം ഡൽഹിയിലൊക്കെ തീരെ ഇല്ലാതെ. അപ്പോ നമ്മളുടെ നാഗരികതയിൽ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരത എന്തൊരു ഭീകരമാണ് എന്ന് തിരിച്ചറിവ്, പാരിസ്ഥിതികമായ വലിയൊരു തിരിച്ചറിവാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഇങ്ങനത്തെ ഈ മഹാമാരികൾ വൈറസുകളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ വുഹാനിൽ വെച്ചിട്ടാണ്. ലോകത്തുള്ള എല്ലാ മൃഗങ്ങളിലും ഇറച്ചി കിട്ടുന്ന സ്ഥലമാണ് ചൈനയിലെ വുഹാൻ. അവിടുന്ന് തന്നെയാണ് ഇത് ഉണ്ടായത്. കാരണം ഇവറ്റോട് ചെയ്യുന്ന ക്രൂരത എന്നുള്ള പ്രതിഫലനാണെന്നുള്ള നിലയ്ക്ക് അത് കൃത്യമായിട്ടൊരു കാവ്യനീതിയോട് കൂടിയിട്ടാണ് അവിടുന്ന് തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഇങ്ങനത്തെ ഈ വൈറസുകളൊക്കെ ഉണ്ടാവുന്നത് മറ്റ് ജീവജാലങ്ങളുടെ പരിതോസ്തകൾ നമ്മൾ അതിക്രമിച്ചു കിടക്കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, അവറ്റെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വസിക്കുന്ന വൈറസൊക്കെ അഗ്രസീവ് ആകാന്ന് പറയും. മര്യാദയ്ക്ക് അടങ്ങി കഴിഞ്ഞിരുന്ന വൈറസൊക്കെ നരച്ചിന്റെ ഉള്ളിലൊക്കെ അഗ്രസീവായിട്ട് മനുഷ്യനെ ജനിപ്പിക്കുക. ഇതിലും ഭീകരമായിട്ടുള്ള വൈറസുകൾ വരാനും സാധ്യതയുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള വലിയ തിരിച്ചുപോയില്ല. നമ്മൾ എങ്ങനെയുള്ള ഒരു ലൈഫാണ് മനുഷ്യൻ. നമുക്കൊരു ലൈഫ് ഓഫ് ആക്ഷനാണ്, അതൊരു ലൈഫ് ഓഫ് കണ്ടംപ്ലേഷനാണ്. ഓടി ചാടി അവിടെ ഫ്ലൈറ്റിൽ വിളിച്ചു പോയി, ഇവിടെ ഫ്ലൈറ്റിൽ വിളിച്ചു പോയി, മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഇങ്ങനെ ഒരു ലൈഫാണോ വേണ്ടത്? അത് കുറെ ചിന്തിക്കുകയും നമ്മളെ സമ്പന്നത അതാ നമ്മൾക്ക് ഭൗതികമായ സമ്പന്നതയാണോ സമ്പന്നത മനുഷ്യന്, അതോ അവന് മാനസികമായ സമ്പന്നതയാവാം, ആത്മീയമായ സമ്പന്നതയാവാം, ബുദ്ധിപരമായ സമ്പന്നതയാവാം. ഒരു ലൈഫ് ഓഫ് ആക്ഷൻ ആണോ, ഒരു ലൈഫ് ഓഫ് കണ്ടംപ്ലേഷൻ, ഒരു ജീവിത വീക്ഷണത്തിലുള്ള ഒരു വ്യതിയാനം ആവശ്യപ്പെടുകയാണ്. കാരണം ഇങ്ങനെ അധികം പോകാൻ പറ്റില്ല. നമുക്ക് ഈ നിലയ്ക്കുള്ള ഒരു ഡെവലപ്മെന്റ് സാധ്യമല്ല. അമേരിക്ക പോലെയുള്ള ഒരു അവസ്ഥയിൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും എത്തണമെങ്കിൽ 10 ഭൂമിയുടെ റിസോഴ്സസ് വേണം. അപ്പൊ അത് സാധ്യമല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരാശിയുടെ നാഗരികത ഇങ്ങനെ വികസിക്കേണ്ടത് എന്നതിനെ പറ്റി എല്ലാം പരിചിന്തിക്കാനുള്ള അവസ്ഥകൾ ഈ കോവിഡ് ഉണ്ടാക്കി. അപ്പോ ഇതിനെല്ലാം ഈ ഭൗതികമായിട്ടുള്ള അതിജീവനത്തിനും സത്താപരമായിട്ടുള്ള അതിജീവനത്തിനും സാഹിത്യത്തിന്റെ ഉൾത്തെളിച്ചങ്ങൾ നമുക്ക് അനിവാര്യമായിട്ട് വരുന്നു നമുക്കറിയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മനുഷ്യനെ മനുഷ്യനാക്കുന്ന മർത്യഭാഷ ആണ് മനുഷ്യനെ മനുഷ്യനാക്കി. പണ്ടൊക്കെ നരവംശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നു 4 കാലുള്ള മൃഗം 2 കാലിലായപ്പോഴാണ് മനുഷ്യനായിരുന്നത്. ഇന്നിപ്പോ 4 കാല് 2 കാല് തിയറി ഔട്ട്സ്ലേറ്റ് ആയി. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഭാഷയുടെ ഇന്ദ്രിയം ഉണ്ടായതോടുകൂടിയാണ് ആധുനിക ഹോമോസാപ്പിയൻ ഈ നിയാണ്ടർത്താൽ മനുഷ്യൻ എന്നൊക്കെ മാറിയിട്ട് അവൻ ഉണ്ടായിട്ടുള്ളത് എന്ന് നരവംശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ടുള്ളതാണ്. മനുഷ്യ ഭാഷയ്ക്കുള്ള പ്രത്യേകത അതുകൂടെ നമുക്ക് സാഹിത്യത്തിലേക്ക് വരാൻ പറ്റുക. മനുഷ്യ ഭാഷയ്ക്കുള്ള പ്രത്യേകത, മറ്റ് ജീവജാലങ്ങൾക്കും ഭാഷയൊക്കെ അവരും 68 മൂളക്കങ്ങളിൽ കൂടിയും ആംഗ്യങ്ങളിൽ കൂടിയും ചേഷ്ടകളിൽ കൂടിയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വിനിമയം ചെയ്യുന്നു. മട്ടന്മാരൊന്നുമില്ല, അവരുടെ ജീവിതം നന്നായിട്ട് നടത്തുന്നുണ്ട്. നമ്മളെ ജീവിതം മര്യാദയ്ക്ക് കൊണ്ടുപോകാറ്. പക്ഷെ മർത്യഭാഷയ്ക്ക് മറ്റ് ചില സവിശേഷതകൾ. മർത്യഭാഷ പലപ്പോഴും നമ്മൾ ഭാഷ ഒരു ആശയവിനിമയത്തിൻ്റെ ഉപാധി മാത്രമായിട്ടാണ്. ശരിക്കും ഭാഷ ആശയവിനിമയത്തിൻ്റെ ഉപാധി മാത്രമല്ല, ഒരു ഉപാധി, ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ ഉപകരണം മനുഷ്യനും രണ്ടാണ്. ആവശ്യം കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ ഉപകരണം. പക്ഷേ ഭാഷ അങ്ങനെയല്ല. ഭാഷയുടെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അതാണ് ഹൈഡഗർ പറഞ്ഞ്, മാർട്ടിൻ ഹൈഡഗർ പറഞ്ഞ്, ലാംഗ്വേജ് ഈസ് ദി ഹൗസ് ഓഫ് ബീയിങ്. മനുഷ്യന്റെ ഉണ്മയുടെ ഇരിപ്പിടമാണ് പിന്നെ ഭാഷയുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തെയും, ഈ പ്രപഞ്ചത്തെ, നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചത്തെ എല്ലാം തന്നെ വാക്കുകളാൽ നാമകരണം ചെയ്യപ്പെട്ടതാണ്. നമുക്കൊരു സാധനം മനസ്സിലാക്കാൻ ഭാഷയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു യാഥാർത്ഥ്യം ഭാഷയിൽ കൂടെ, വാക്കുകളിൽ കൂടെയാണ് നമുക്ക് ഏതൊരു കാര്യത്തെ അറിയാൻ പറ്റും. ഭാഷയിൽ കൂടെയാണ് നമ്മൾ ഇതാണ് ജീവിതം എന്ന് അറിയുന്നത്, ഇതാണ് മനുഷ്യൻ എന്ന് അറിയുന്നത്, ഇതാണ് മരണം, ഇതാണ് മൃഗം എന്നെല്ലാം ഭാഷയിൽ കൂടെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ അറിയുന്നത്. ഏതൊരു യാഥാർത്ഥ്യവും ഭാഷയിലാണ് യാഥാർത്ഥ്യമായി വരുന്നത്. അതാണ് പഴയ ദണ്ഡി എന്ന് പറഞ്ഞ പ്രാചീനമായിട്ടുള്ള ചിന്തകൻ പറഞ്ഞത്, വാക്കിന്റെ വെളിച്ചത്താലാണ് പ്രപഞ്ചം പ്രകാശപൂരിതമായിരിക്കുന്നത്. ഭാഷയുടെ വാക്കിന്റെ വെളിച്ചമില്ലെങ്കിൽ 3 ലോകങ്ങളും ഇരുളടഞ്ഞു പോകുന്നത്. കാരണം വാക്കാണ് യാഥാർത്ഥ്യത്തെ തെളിച്ചെടുക്കുന്നത്. ഇത് ഭൂമിയാണ്, ഇത് മനുഷ്യനാണ് എന്നത് വാക്കുകൊണ്ടാണ്. നമ്മുടെ അനുഭവം, നമ്മുടെ ചോദനകളിൽ കൂടെ ഒരാൾ നമ്മളെ തല്ലുമ്പോൾ നമുക്ക് വേദനിക്കും. ആ വേദന എന്ന വാക്കിൽ കൂടെയാണ് നമ്മൾ ആ അനുഭവത്തെ രേഖപ്പെടുന്നത്. പിന്നെ ഈ അനുഭവം വരുമ്പോൾ നമ്മളത് വേദനയായി തിരിച്ചറിയും. അപ്പൊ ആ വാക്കാണ് ആ ജീവശാസ്ത്രമായ അനുഭവത്തെ കൂടി മൂർത്തമായ ഒരു സാധനമാക്കി മാറ്റും. അപ്പൊ മറ്റൊരാൾക്ക് വേദന വരുന്ന സമയത്ത് അതിനെ വേദന എന്ന് പറയുമ്പോൾ അയാളിലേക്കുള്ള വേദനയും നമ്മളുമായിട്ട് താരതമ്യം. അപ്പൊ ഭാഷ മറ്റുള്ളവരിലേക്കുള്ള പാലവുമായി വരുന്നു എന്നതാണ്. അപ്പൊ ഭാഷ മനുഷ്യനെ പറ്റി പല നിർവചനവും. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്, ഉത്കൃഷ്ട ജീവിയാണ്. പക്ഷെ ശരിക്കും മനുഷ്യനെ പറ്റിയിട്ട് മനുഷ്യനൊരു ഭാഷാജീവിയാണ്. ഭാഷയാണ്, ഭാഷയുടെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭാഷയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിപ്പോൾ ഈ അതിജീവനത്തിനുള്ള വളരെ റിലവൻസ് ഉള്ള കാര്യങ്ങൾ. ഭാഷ എല്ലാവരുടേതുമാണ്, അത് പൊതുവായിട്ടുള്ളതാണ്. അപ്പൊ ഞാനിത് മാത്രമല്ല, ഭാഷ ഒരു കോൺട്രാക്റ്റാണ്, കരാറാണ്. ഭാഷ സത്യം പറയാനുള്ളതാണ്, കളവ് പറയാനുള്ളതല്ല. ഇതാണ് ഈ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നത്. ഭാഷ കളവ് പറയാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ലോകം മുഴുവൻ. ഭാഷ ശരിക്കും സത്യം പറയാനുള്ളതാണ്. ഇറ്റ്സ് എ കോൺട്രാക്ട്. നിങ്ങളും നിങ്ങളുടെ സഹജീവിയും നിങ്ങളും നിങ്ങളുടെ സമൂഹവും തമ്മിലൊരു കോൺട്രാക്റ്റാണ് ശരിക്കും ഭാഷ എന്ന് പറയുന്നത്. ഇത് ഞാൻ മരമാണ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും അത് സമ്മതിക്കും, അത് മരമാണ്. പിന്നെ ഈ മരം എന്ന വാക്ക് മരത്തിന്റെ അനുഭവമായി മാറും. അപ്പൊ ഞാൻ മരം എന്ന് പറയുന്ന സാധനം നിങ്ങൾ വേറെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ഭാഷയാണ് ഓരോ അനുഭവത്തെ നിർണ്ണയിക്കുന്നത്, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷ വ്യക്തിപരമായ ഒന്നല്ല, സാമൂഹികമായിട്ടുള്ളതാണ്. ഞാൻ അല്ലാത്തവർ ചേർന്നുണ്ടാക്കുന്ന ഭാഷയിലാണ് ഞാൻ ജീവിക്കുന്നത്, മറ്റുള്ളവരുണ്ടാക്കുന്ന ഭാഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. മാർക്സ് പറഞ്ഞിട്ട് മാൻ ഇസ് ദി എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്. ശരിക്കും സോഷ്യൽ റിലേഷൻസ് ഉണ്ടാക്കുന്നതിന്റെ ലാംഗ്വേജ് റിലേഷൻസ് ആണ്. അപ്പോൾ മാൻ ഇസ് ദി എൻസംബിൾ ഓഫ് ലാംഗ്വേജ് റിലേഷൻസ് ആണ് ശരിക്കും. ഈ ഭാഷയോ നമുക്ക് സ്വന്തമായിട്ടൊരു ഭാഷ ഇല്ല, മറ്റൊരാളുണ്ടെങ്കിലേ ഭാഷയ്ക്ക് അർത്ഥമുള്ളൂ. അപരനുണ്ടെങ്കിൽ മാത്രമേ ഭാഷയ്ക്ക് അർത്ഥമുള്ളൂ. അപരനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഭാഷയ്ക്ക് പ്രസക്തി. ഞാൻ മാത്രം ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഭാഷ മറന്നുപോകും, കാരണം എനിക്ക് ഭാഷയ്ക്ക് ആവശ്യമില്ല. അപ്പൊ ഭാഷ അപരത്വത്തെ ഉണ്ടാക്കുന്നതാണ്. ഈ അപരത്വമാണ്, അപരനാണ് നമ്മളുടെ ആത്മഹത്യ ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളുണ്ടാക്കുന്ന ഇൻഡിവിജ്വൽസുകാരൊക്കെ വലിയൊരു തെറ്റിദ്ധാരയോടെ മന്ദലോകത്താണ് ജീവിക്കുന്നത്. അവർ വിചാരിക്കും ഞാൻ വയ്ക്കും. ഈ ഞാൻ എന്താ ശരിക്കും മറ്റുള്ളവരാണ് നമ്മുടെ ഉണ്മയെ കൂടി നിർണ്ണയിക്കുന്നത്. സുനിൽപ്പയുടെ അതൊക്കെ പറയുന്ന ഒരു തമാശക്കുള്ളൂ. സുനിൽ പറയാറുണ്ട്, നമ്മളിപ്പോ ഞാൻ വിചാരിക്കും എന്റെ ഈ പേര് രാമനുണ്ണി എന്നുള്ള പേര് ഒരു ഗംഭീരം പേരാന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എന്റെ ഈ പേര് 10 ആളത് വിളിക്കാണ്ടെങ്കിൽ ഈ പേരോട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ പേര് ചുമന്ന് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്റെ ഏറ്റവും സ്വന്തം എന്ന് വിചാരിക്കുന്ന എന്റെ പേര് കൂടി മറ്റുള്ളവർ എനിക്ക് തന്നതാണ്. മറ്റുള്ളവരില്ലെങ്കിൽ എന്റെ പേരിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോ അപരനുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ആത്മമുള്ളൂ. മറ്റുള്ളവരാൽ നിർണയിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ ഉപയോഗിക്കുന്ന ഭാഷ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ആത്മത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ബോധമാണ് ഇന്ന്
സമൂഹത്തിന് നഷ്ടം. അതുകൊണ്ടാണ് ഇൻഡിവിജ്വലിസം ഉണ്ടാവുന്നത്. ഞാൻ മാത്രമല്ല. ഇത് നമ്മുടെ വലിയ എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ ഇത് ഈ കോറ് കണ്ടിട്ടുള്ള ആൾക്കാർ. അതാണ് ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ. ഞാനെന്ന ഭാവം തോന്നരുതെന്ന. എന്നാലും തോന്നും ചിലവർക്ക്. ഈ എഴുത്ത് ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രത്യേകിച്ചിട്ട് തോന്നും. എഴുത്തുകാർക്ക് ഞാനെന്ന ഭാവം അറിയാതെ തോന്നിപ്പോകും. അങ്ങനെ തോന്നാൻ നിർബന്ധം ഉണ്ടെങ്കിൽ അഖിലം ഞാനാണെന്ന് തോന്നിയ ഈ പ്രപഞ്ചം അദ്വൈതമാണ്. അഖിലം ഞാനെന്ന് തോന്നും. ഞാനും എൻ്റെ സഹജീവിയൊക്കെ ഞാനാണ് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ പരക്ലേശ വിവേകം ഉണ്ടാവും. കൺസേൺ ഫോർ ദി അതർ ഉണ്ടാവും. ഈ കൺസേൺ ഫോർ ദി അതറും പരക്ലേശ വിവേകവും ഇല്ലാതെ മനുഷ്യൻ തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല. എല്ലാ രാജ്യങ്ങളും ബലം പിടിച്ച് നിൽക്കുകയാണ്. കാർബൺ എമിഷൻ ഞങ്ങൾ കൊടുക്കില്ല, ഞങ്ങളെ സൗകര്യം വിടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും മുന്നോട്ടുള്ളതാണ്. വലിയ പ്രളയം വരുമ്പോൾ ഒരു കമ്പിന് മുകളിൽ അവിടെ പാമ്പും കൂടി നിൽക്കുന്നതാണ്. രണ്ടും ബദ്ധ ശത്രുക്കളാണ്. കാരണം ചാവും കാണുമ്പോൾ അവറ്റയും കൂടി ശത്രുതയൊക്കെ ഒഴിവാക്കി ഒന്നിച്ചു. ഈ വിവേകം കൂടി മനുഷ്യനില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ട് എല്ലാം നശിക്കുന്നു വരുമ്പോഴും ഇസ്രയേലുകാർ പാലസ്തീൻകാരെ അടിക്കുകയാണ്, മറ്റൊരു തമ്മിൽ ബലം പിടിച്ചിരിക്കണം. ഇങ്ങനെ ഒരവസ്ഥ. അപ്പോൾ ഈ മനുഷ്യന്റെ ഈ അപരനോടുള്ളത് ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാം പ്രസക്തി ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സാഹിത്യം എന്തിനാന്ന് അദ്ദേഹമാണ് നമ്മളെ ശരിക്കും പഠിപ്പിച്ചിട്ടുള്ളത്. ഗുരുവിന്റെ എഴുത്ത് മുഴുവൻ സാഹിത്യം എന്തിനാന്ന് കൂടി പഠിപ്പിക്കുന്ന എഴുത്തായിരുന്നു എന്നുള്ളതാണ്. ഭേദഭേദ ബോധ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് സാഹിത്യം. അതിൽ ഞാൻ വരാം, എത്രത്തോളം സമയം എനിക്കറിയില്ല. അപ്പൊ ഭാഷയുടെ അകത്ത് അപരോന്മുഖമാണ് ഭാഷ. അതുകൊണ്ട് തന്നെ നീതിയുമുണ്ട്. ഭാഷയുടെ അകത്ത് തന്നെ നീതിയുണ്ട്. നിങ്ങൾ അപരോന്മുഖനാകുമ്പോൾ അപരനെയും കൂടി പരിഗണിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് ഒരു കൺസേൺ ഫോർ ദി അതർ. ഇതാണ് സോദരത്വേ വാഴുന്ന കൺസേൺ ഫോർ ദി അതർ. കൊണ്ടാണ് സോദരത്തേനെ എന്ന് പറയുമ്പോൾ അവിടെ കൺസേൺ ഫോർ ദി അതറാണ്. ഇപ്പൊ ഭാഷയെ കുറിച്ചുള്ള ഉപകരണവാദം ഉണ്ട്. അതിപ്പോ മാതൃഭാഷ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞു. മദർ ടങ്ങിന്റെ ഞാൻ വരുന്നില്ല. ശരിക്ക് ലാംഗ്വേജ് ഇസ് ദി ഹൗസ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് മൂർത്തമായിട്ട് വരുന്നത് പറയുകയാണെങ്കിൽ മദർ ടങ് ഇസ് ദി ഹൗസ് ഓഫ് ബീയിങ്. ശരിക്കും ലാംഗ്വേജ് പൊതുവായിട്ട് പറയാം. നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാവുന്ന എന്താ മദർ ടങ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. അതാണ് നമ്മുടെ ഉമ്മയുടെ ഇരിപ്പിടം. അപ്പൊ മലയാളിക്ക് അവന്റെ ഉമ്മയുടെ ഇരിപ്പിടമാണ് മലയാള ഭാഷ എന്ന് പറയുന്നത്. എന്തിനാ ഇംഗ്ലീഷ് പോരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇത് വേറൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആവുകൊണ്ടാണ് ഇംഗ്ലീഷ് മാത്രം മതി. ഇത് നമ്മുടെ ഉണ്മയുടെ ഇരിപ്പിടാണ്. നമ്മുടെ എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള നമ്മുടെ ആൾക്കാരൊക്കെ തന്നിട്ടുള്ള അനുഭവ ലോകങ്ങളുടേതായിട്ടുള്ള വലിയൊരു സമ്പത്ത് നമ്മുടെ മലയാള ഭാഷയുണ്ട്. എൻ്റെ ഉണ്മയെ നിർത്തിക്കുക. അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാതിരുന്നാൽ നമ്മൾ എന്ത് ബാങ്ക് ബാലൻസ് കൊടുത്തിട്ടൊരു കാര്യമില്ല കേട്ടോ. അവർക്ക് വലിയൊരു ഇല്ലായ്മയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ പുറത്തു എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമില്ല ആൾക്കാർക്ക്. കാരണം എന്താ വെച്ചാൽ പല സമ്മർദ്ദങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും മലയാളം കൊടുക്കാൻ പറ്റാതെ. പക്ഷെ അങ്ങനെ ഒരു മനോഭാവം വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഷ അത്ര പ്രധാനമാണ്. ഈ ഭാഷയുടെ ഉന്നത ഉദാത്തമായിട്ടുള്ള തലമായിട്ടുള്ള സാഹിത്യത്തിന്റെ പ്രാധാന്യം വളരെയാണ്. അപ്പൊ മത്സ്യഭാഷയ്ക്ക് നമുക്ക് 3 തലങ്ങളുണ്ട്. അന്ന് അതിന്റെ വിവരവിനിമയ തലമാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റു മൃഗങ്ങൾക്കും വിവരങ്ങൾ വിനിമയം ചെയ്യാണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് കാമാസക്തിയുണ്ട്, എനിക്ക് പേടിയാവുന്നു, ഇതൊക്കെ വിനിമയം ചെയ്യാനുള്ള ഒരു ഭാഷ വയ്ക്കുന്നത്. പക്ഷെ മനുഷ്യഭാഷയ്ക്ക് ഇതിലുപരിയായിട്ട് ആശയവിനിമയത്തിന്, അതായത് വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ട് ആശയമാക്കി മാറ്റാനുള്ള ഒരു കഴിവ് മനുഷ്യ മസ്തിഷ്കത്തിനുണ്ട്. ഈ വിവരവിനിമയത്തിന്റെ തലത്തിലായിരിക്കും ശരിക്കും പ്രാഥമികമായിട്ടുള്ള സയൻസ് ഒക്കെ. ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു വിവരമാണ്. ഞാൻ വൈകുന്നേരം 5 മണിക്ക് വരും, അതൊരു വിവരമാണ്. അതേസമയത്ത് ആശയങ്ങൾ, കുറെ വിവരങ്ങൾ ചേർത്ത് തത്വശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, പ്രത്യയശാസ്ത്രം, ഇതൊക്കെ ആശയവിനിമയത്തിന്റെ തലം. ഇത് സാമാന്യവൽക്കരണം എന്ന മസ്തിഷ്കത്തിന്റെ സിദ്ധി കൊണ്ട് ഉണ്ടാകുന്ന ഭാഷയുടെ ഒരു തലമാണ്. മൂന്നാമതുള്ള തലമാണ് അനുഭവവിനിമയ തലം. ഇതാണ് സാഹിത്യം പ്രവർത്തിക്കുന്നത്. സഹജീവികളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക്, അത് നമുക്ക്
നമ്മുടേതായി അനുഭവിക്കാൻ കഴിയുന്ന, പകർന്നു തരാൻ കഴിയുന്ന ഭാഷയുടെ തലമാണ് സാഹിത്യത്തിൻ്റെ അനുഭവം. ഇതാണ് മനുഷ്യനിലുള്ള മനുഷ്യത്വത്തിന്റെ എല്ലാ ഗുണങ്ങളും ഈ അനുഭവിക്കുന്നത്. ഇങ്ങു മനുഷ്യന് കൈകളിൽ ചങ്ങല, അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം, അവിടെ പ്രഹരം, വീഴുവതെന്റെ പുറത്താകും. ഇംഗ്ലീഷ്. ആഫ്രിക്കയിലെ കാപ്പിരിയുടെ കയ്യിൽ ചങ്ങല വിടുമ്പോൾ എന്റെ കൈ വേദനിക്കുക, അവനെ അടികൊള്ളുമ്പോ എന്റെ പുറം വേദനിക്കുകയാണ്. അത് വേദനിക്കണം. അവൻ അടികൊള്ളുന്നത് മനസ്സിലാക്കിയ പോലെ. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിയലൈസേഷൻ. നമുക്ക് ആ വേദന അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള അനുഭവം സംക്രമിക്കാൻ മനുഷ്യഭാഷയ്ക്ക്, ഈ മനുഷ്യന്റെ സാഹിത്യത്തിന് കഴിയുന്നത്. ഇതാണ് ഇപ്പൊ നമുക്ക് പറയുമ്പോൾ ഒരു നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയുന്നത് നോവലിന്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും പറ്റി നമുക്കെന്താ, ശരിക്കും ആ കഥാപാത്രം തന്നെ ഇല്ല, ഇമാജിനറി. പക്ഷെ എന്താ, ആ വേദനയും വിഷമമൊക്കെ നമ്മൾ നമ്മളുടേതായി അനുഭവിക്കുക. അത് പകർന്നു തരാൻ വേണ്ടി മധ്യഭാഷയ്ക്കുള്ള ശേഷിയിലാണ് ഈ സാഹിത്യം പ്രവർത്തിച്ചു. അപ്പോൾ അപരത്വത്തിലേക്ക്, പരക്ലേശ വിവേകം ഉണ്ടാക്കുന്നതാണ്, അപര സംക്രമണം നടത്തുന്നതാണ്, മറ്റുള്ളവരെ നമ്മളിലേക്ക് കൊണ്ടുവരികയും നമ്മളെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യാനുള്ള കഴിവ് സാഹിത്യത്തിനുണ്ട്. ഇതാണ് അത്. സൈക്കോളജിയിലൊക്കെ പറയുമ്പോൾ മനുഷ്യന്റെ ജീവജാലങ്ങൾക്ക് 3 ഇൻസ്റ്റിങ്ക്റ്റാണ്: ഇഡ്, ഇഗോ, സൂപ്പർ ഇഗോ. ഇഡ് എല്ലാ ജീവജാലങ്ങൾക്കും റിഫ്ലക്സ് ആക്ഷൻ. ഇഗോ മറ്റു ചില ആന പോലെയുള്ള മൃഗങ്ങൾക്ക് ഇഗോ ഉണ്ടെന്ന് പറയും. ആന നേതാവായിട്ടുള്ള ആന പിറകെ നടക്കാൻ പറ്റില്ല, കുട്ടിയെ നിർത്തിവിടും, കാരണം അവന് ഇഗോ ഉണ്ട്. എന്നാൽ സൂപ്പർ ഇഗോ, ടു ബി ഇൻ അതേഴ്സ് ഷൂസ്, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് അതേ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള ഈ സൂപ്പർ ഇഗോ മനുഷ്യൻ മാത്രമാണ്. ഇത് പിന്നെ ഫിസിയോളജിക്കലാണ്. വെൻട്രോമീഡിയൽ പ്രീഫ്രണ്ടൽ ലോബിലാണ് ഇത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സൂപ്പർ ഇഗോ ഉണ്ടാവില്ല എന്നാ പറയും. അപ്പൊ സാഹിത്യം ഈ സൂപ്പർ ഇഗോ വളർത്തുന്ന, ഈ സൂപ്പർ ഇഗോ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. എങ്ങനെ ഈ സ്നേഹം, കാരുണ്യം, ദയ എന്നൊക്കെ മനുഷ്യന്റെ ഗുണഗണങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം തന്നെ ഈ സൂപ്പർ ഇഗോ ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും നമുക്ക് നമ്മളുടേതായിട്ട് അനുഭവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാനും നീയും അഭേദം ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാക്കാൻ കഴിയും. അല്ലാതെ വേറൊരാള് വേറെ ഡിഫറെൻ്റ് ആണ്, എനിക്ക് അയാളിലേക്ക് എന്നെ പകർന്നു നൽകാനും അയാളുടെ വേദനകളും വിഷമങ്ങളും എന്നിലേക്ക് പകർന്നു വരുമ്പോഴാണ് സ്നേഹവും കമ്പാഷനും ഒക്കെ ഉണ്ടാകുന്നത്. ഇതുണ്ടാക്കാൻ ഭാഷയുടെ ഈ തലമുണ്ടല്ലോ, സാഹിത്യത്തിന്റെ തലം. അതാണ് അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. നമ്മൾ ഒടുക്കത്തത് മാത്രമേ പറയാവൂ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി. അതിനൊരു പ്രീ കണ്ടീഷൻ എന്താ ചൊല്ലോ, അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം ഒന്നാണ് എന്ന ബോധ്യമാണ്. ഞാനും നീ ഒന്നാണ് എന്ന ബോധ്യം സൃഷ്ടിക്കപ്പെട്ട മാത്രമേ എന്റെ സുഖം എന്റെ കൂടി ആവുള്ളൂ. ഇതാണ് കാര്യം. അപ്പോ ഈ അഭേദബോധത്തിന്റെ സൃഷ്ടിയാണ് സാഹിത്യം. സാഹിത്യം ശരിക്കും ഒരു അദ്വൈതമാണ്. ശരിക്കും സാഹിത്യം അഭേദബോധം സൃഷ്ടിക്കുക എന്നതാണ് സാഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ സാഹിത്യവും കലയും വളരെ പിന്നെ നമ്മൾ പലപ്പോഴും ഇന്നൊരു ടെക്നോളജിക്കൽ സൊസൈറ്റിയിൽ പിന്നെ സയന്റിസ്റ്റുകളും ടെക്നോളജിസ്റ്റുകളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കലയും സാഹിത്യവും ഒക്കെ പിന്നെ കുട്ടികളിലും സിലബസിലും എത്തിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. കാരണം അല്ലെങ്കിൽ സമൂഹത്തിലാണ് ഏത് ടെക്നോളജി സയൻസും പ്രവർത്തനക്ഷമമാണ്. ഈ സമൂഹം എത്തിയെടുക്കണമെങ്കിൽ സാഹിത്യം കലയും. കാരണം ഇതെല്ലാം നമുക്ക് പരക്ലേശ വിവേകം ഉണ്ടാക്കുന്ന അപര പരിഗണന, കൺസേൺ ഫോർ ദി അതർ ഉണ്ടാക്കുന്ന കളരികളാണ്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഞാൻ പറയുന്നത് ഈ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ വലിയ പ്രശ്നമായിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ വാല്യൂസ് കുറയാണ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ മാനുഷികമായ ഈ സ്നേഹം, കാരുണ്യം, ഒക്കെ കുറഞ്ഞു വരാൻ പറ്റുള്ളൂ. ഇത് വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളുടെ വലിയൊരു പ്രശ്നമായി മാറും. അമേരിക്കയിലൊക്കെ നമ്മൾ കേൾക്കാറില്ല. അമേരിക്ക എല്ലാം മോശമായിട്ടില്ല. ഏറ്റവും ഒരു ടെക്നോക്രാറ്റിക് സൊസൈറ്റി ഒരു മോഡൽ പറയാറുണ്ട്. 15 വയസ്സായ കുട്ടി തോക്കെടുത്തിട്ട് 25 സഹപാഠികളെ വെടിവെച്ചു.
എന്തിന്റെ കുഴപ്പമുണ്ടായിട്ട് അപ്പോൾ അവർക്ക് ആ വെടികൊള്ളുന്ന കുട്ടികളുടെ വേദന എന്താണെന്നുള്ളൊരു സെൻസിറ്റിവിറ്റി അവർക്കില്ല. ഭാഗ്യത്തിൽ നമ്മൾ ഇന്ത്യ അത്രയ്ക്ക് വികസിച്ചിട്ടില്ല. അമേരിക്കയുടെ ഒപ്പം പോകാൻ വേണ്ടി നമ്മൾ കുതിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മൾ ഒപ്പം എത്തിയിട്ടില്ല. കാരണം അത് ഇങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. മദ്രാസ് എന്തായാലും വെടിപ്പുണ്ടായിരുന്നു കുട്ടിയെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെ വെച്ച്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിന് വലിയ സ്റ്റഡി നടക്കുന്നുണ്ട് എല്ലായിടത്തും. എന്താണ് ഈ കുട്ടികളിൽ സ്നേഹവും കാര്യങ്ങളും മാറുന്നതൊന്നും ഇല്ലാത്ത അവരിങ്ങനെ പിന്നെ അവനാൻ്റെ കാര്യം മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഈ വോൾട്ടേജ് ഹോമിൽ കൊണ്ടയാക്കുന്നതൊക്കെ കുറേ കഴിഞ്ഞാൽ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റീനെ വെച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ഓൺ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ അവർ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, എന്തുകൊണ്ടാണ് exclusive focus on cognitive to the total neglect of affective domains. Affective ആണ് വികാരപരമുള്ള എഫക്റ്റ് അല്ല, എഫക്റ്റീവ് ഡൊമൈൻ. വസ്തുതാ പഠനത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് വൈകാരികമായ മണ്ഡലങ്ങളെ സ്പർശിക്കുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കുറയ്ക്കുന്നതുകൊണ്ടാണ് മൂല്യമില്ലാതെ. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ സയൻസും ടെക്നോളജി മാത്രം പഠിപ്പിച്ച് സാഹിത്യം കലയൊന്നും പഠിപ്പിക്കാതെ കുട്ടിയോട് കൊള്ളരുതാത്തവരാവുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന് റിയലൈസ് ചെയ്തു. പക്ഷെ എൻ്റെ ലോകം ഈ പിന്നെ ഭൗതികമായ വികസനത്തിൻ്റെ പിറകെ പോയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ചൈനയിൽ തുറക്കാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ പോളിറ്റ് ബ്യൂറോയിൽ ഒരൊറ്റ ആളാണ്, അയാൾ വലിയ ഇതുള്ള ആളല്ല, പിന്നെ ഒരു സാഹിത്യത്തിനായിട്ട് ഭാഷയായിട്ട് ബന്ധം, ബാക്കി മുഴുവൻ എഞ്ചിനീയർമാരും ടെക്നോളജിസ്റ്റും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ടെക്നോളജിയും ഇതൊക്കെ ജീവിതത്തിനുള്ള ഉപാധികൾ ഉണ്ടാക്കുന്നതാണ്. ജീവിതം എന്താണ് എന്നത് ലൈഫ് എന്താത്ത ഒരു പുസ്തകമില്ല, ഈ യൂസേഴ്സ് മാനുവൽ പുസ്തകം. ഈ ജീവിതത്തിന് പഠിക്കാൻ വേണ്ടി എന്തിനാ ജീവിതം ആലോചിക്കാനുള്ള സാധനം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാലും അത് ഉപയോഗിക്കുന്ന വിധം നമ്മൾ പഠിക്കില്ല. അവന്മാര് ജീവിതത്തെ പഠിപ്പിക്കാൻ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ഏത് പ്രകൃതി ശാസ്ത്രത്തെക്കാട്ടിലും പിന്നെ മനുഷ്യശാസ്ത്രത്തെക്കാട്ടിലും മനുഷ്യന്റെ ജീവിതത്തെയും അതിൻ്റെ നന്മതിന്മകളെയും അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതാണ് സാഹിത്യം. ഇതെല്ലാം അഭിസംബോധന ചെയ്യാതെ നമുക്ക് ഭൗതികമായിട്ടുള്ള അതിജീവനവും സത്താപരമായിട്ടുള്ള അതിജീവനവും വൃത്തിയില്ലാത്തൊരവസ്ഥയും. പിന്നെ ഇപ്പോൾ സാഹിത്യം എന്ന അതിൻ്റെ മറ്റൊരു രൂപമാണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോൺ ബർജർ ഒരു കാര്യം ചോദിക്കുന്നത്, എന്തിനാണ് കവിത? ബർജറിന് ഉത്തരം പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാ അനുഭവങ്ങൾക്കും വ്യത്യസ്ത പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ കവിതയുടെ ആവശ്യമില്ല. അതായത് ഇപ്പോൾ എല്ലാ അനുഭവങ്ങളും, എനിക്കിപ്പോൾ 10 സുഹൃത്തുക്കളുണ്ട്. ഈ 10 സുഹൃത്തുക്കളിൽ നിന്നും 10 സൗഹൃദത്തിൻ്റെതായ അനുഭവം എനിക്കുണ്ടാവുക. എന്നാൽ അതിനെല്ലാം സൗഹൃദം എന്നുള്ളൊരു വാക്കല്ലേ ഉള്ളൂ, ഒറ്റ വാക്കുകൾ. എന്നാൽ ഈ 10 ആൾക്കാരുടെ സൗഹൃദത്തിനും 10 വാക്കുകളില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്കുകളെ കൊണ്ട് ശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ജനറലൈസേഷൻ അത്യാവശ്യമാണ്. പക്ഷേ അപ്പൊ എന്താ, ഈ ജനറലൈസേഷൻ യുണീക്നെസ്സിന്, അനുഭവപരമായിട്ടുള്ള നിസ്തുലതയെ ഇല്ലാതാക്കി കഴിയും. ഇപ്പൊ ഇല എന്നൊറ്റ വാക്കുകൾ, ഒരു ചെടിയിലത്തെ 1000 ഇലകളുണ്ടെങ്കിൽ 1000 വ്യത്യസ്തമാണ് ആകൃതി കൊണ്ടും രൂപം കൊണ്ടും. പക്ഷെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇല എന്നുള്ള ഒറ്റ വാക്കുകൾ. ഈ ഇലയുടെ കേൾക്കുമ്പോൾ ഗാന്ധി ഗുരുവും കൂടി ഉണ്ടായിട്ടുള്ള സംഭാഷണം ഓർമ്മ വരും. ഈ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ എന്ന് ചോദിച്ചു ഗാന്ധി. അപ്പോൾ അത് ശരിയാണോ? ഗുരു ആ ബഹുസ്വരതയ്ക്ക് അതിൻ്റെ പിഴിഞ്ഞ നീരുകൾ കൊണ്ടുവന്ന ഒന്നാണ്. ഇതാണ് അവനവൻ എന്നുള്ളത് ഏകരൂപമാണെന്നും ഗുരു പറഞ്ഞു. പക്ഷെ സാഹിത്യത്തിൽ വരുന്ന സമയത്ത് ഇല എന്നൊരൊറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ വ്യത്യസ്തത, അതായത് ഡെലൂസ് പറയുന്ന ഒരു മരത്തിൽ ഓരോ ഇലയും വ്യത്യസ്തമാണ്, അനന്യമാണ്. ഈ ഓരോ ഇലകളുടെ വ്യത്യസ്തത ഉണ്ടാക്കണമെങ്കിൽ ഈ ഇല എന്നുള്ള വാക്കുകൊണ്ട് കഴിയില്ല. അതിന് സാഹിത്യത്തിൽ കൂടെ മാത്രമേ അനന്യമായിട്ടുള്ള ഓരോ അനുഭവങ്ങളെയും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഭാഷ ഇത് അപൂർണം എന്ന് ആശാൻ പറഞ്ഞത്. നമുക്ക് എല്ലാം ആവിഷ്കരിക്കാൻ ഭാഷ, നമ്മുടെ കയ്യിലുള്ള ഭാഷ അപൂർണമാണ്. എഴുത്തച്ഛനെ പോലെയുള്ള ആളെന്നെ പറഞ്ഞു, വാരിധീ തന്നിൽ തിരമാലകൾ എന്നപ്പോൾ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ.
കാരണം വാക്ക് തോന്നണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, എഴുത്തച്ഛനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എഴുത്തച്ഛനടക്കം വാക്ക് പോരാല്ലോ, കിട്ടാതെ ആവുമോ എന്നുള്ളൊരു ബേജാറുണ്ട്. കുഞ്ഞത്തമ്മേർക്ക് മാത്രമേ ബേജാറുണ്ട് ഇല്ലാതിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വാക്ക് പ്രശ്നമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാക്ക് വലിയ പ്രശ്നം. അപ്പൊ ഈ വാക്ക് എല്ലാവർക്കും ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ വാക്കിനെ സാഹിത്യത്തിൽ കൂടെ ഒരു വാക്കിന് സംക്രമിപ്പിക്കാൻ പറ്റാത്ത അർത്ഥത്തെ അത് സംക്രമിക്കുന്നു. പിന്നെ പിന്നെ സാഹിത്യം സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതൊരു ബിക്കമിങ്, നമ്മൾ മറ്റൊന്നായിട്ട് മാറുന്ന ഒരു പരസംക്രമണത്തിൻ്റെതായിട്ടുള്ള ഒരവസ്ഥ. നമ്മൾ മറ്റൊരാളായി മാറുന്നു, അതൊരു അഭേദത്തിന്റെ സൃഷ്ടിയാവുന്നു. ഈ അഭേദമാണ് സാഹിത്യം ഉണ്ടാക്കുന്നതെന്ന സാരസ്വത രഹസ്യം മനസ്സിലാക്കി സാഹിത്യരചന അഭേദബോധ സൃഷ്ടിക്കായി, അഖണ്ഡാവബോധ പ്രജ്ഞയുടെ നിർമ്മിതിക്കായി ഉപയോഗപ്പെടുത്തിയ മഹാഗുരുവാണ് ശ്രീനാരായണ. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഗുരുവിനെ ശരണം പ്രാപിച്ചാൽ എല്ലാ പ്രശ്നവും, പക്ഷെ അതിന് ശരണം പ്രാപിക്കാൻ പോകുന്നില്ല. ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഗുരുവിന് മറുപടിയില്ല. അത് ഗുരുപ്പം മനസ്സിലാക്കുന്നില്ല ആൾക്കാർ. അത് ഇപ്പൊ നമ്മൾ ഈ സമയത്ത് ഗുരുവിന്റെ കൃതികളൊക്കെ, ഗുരു 60ഓളം കൃതികളെ, ഗുരുവിനെ എപ്പോഴും നമ്മളൊരു സാമൂഹ്യ പരിസരക്കാരും ഒരു ആത്മീയക്കാരനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചില്ലിന്റെ കൂട്ടിൽ ഫ്രെയിം ഇട്ടിട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഗുരു. പക്ഷെ ഗുരുവിന്റെ വലിപ്പം 60ഓളം കൃതികൾ എഴുതി ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ് അറിഞ്ഞില്ലേ, ഭാഗ്യം ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് മോശമായിട്ട് തമാശ ഓർമ്മയുള്ളൂ. മലയാളത്തില്, സംസ്കൃതത്തില്, തമിഴില് വളരെ സവ്യസാചിയായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ അഭേദബോധത്തിൽ കൂടെ, രണ്ടാവബോധ സൃഷ്ടിയിൽ കൂടെ, പിന്നെ അദ്ദേഹം ഈ അഭേദബോധത്തിൽ കൂടെയാണ് അദ്ദേഹം സ്നേഹവും കാരുണ്യവും ദയയും എല്ലാം ഉണ്ടാക്കി. ഈ സാഹിത്യത്തിന്, ഈ ഔഷധത്തിന് നമുക്ക് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുമെന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രധാന ശിഷ്യനായിട്ടുള്ള കുമാരനാശാൻ ഇതിനുകൊണ്ടാണ് സ്നേഹത്തിന്റെ ഗായകനായിട്ട് മാറിയത്. സ്നേഹിക്കുണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും പറഞ്ഞത്, ദ്രോഹിക്കുന്നവരെ കൂടി സ്നേഹിക്കാനാവട്ടെ. ഇതിപ്പോ പാലസ്തീൻകാരോട് പറഞ്ഞാൽ ശരിയാവും. പിന്നെ പക്ഷേ അങ്ങനെ ഒരു മനോഭാവം, വിട്ടുവീഴ്ചയുടേതായ മനോഭാവം ഉണ്ടാക്കി, അതോടുകൂടി ലോകത്തുള്ള യുദ്ധങ്ങളൊക്കെ ഇല്ലാതെയോ. അതാണ് വിസ്ഡവും, നിലനിൽപ്പിന് വേണ്ടിയും കൂടിയാണ്, അതൊരു റിയാലിറ്റി കൂടിയാണ്. ഇതിപ്പോ ഒരു കാൽപ്പനികമായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും നിൽക്കണോ നിൽക്കണ്ടേ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിദ്വേഷവും ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ, വിദ്വേഷം വെറുതെ ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഒഴിവാകില്ല. അതിനൊരു സാധനം അങ്ങനെ കിടക്കും. അതിന് ഞാനും ഈ വിദ്വേഷം ചെയ്യുന്നതിനും ഒന്നാണ് എന്ന ബോധം ഉണ്ടായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തു. നരകത്തിലും കൂടി സ്നേഹം കൊണ്ട് സ്വർഗത്തിൻ്റെ ഒരു മുറിയിലാക്കാം. നമുക്ക് ഇടയ്ക്ക് തോന്നും, ഈ റോട്ടിൽ നമ്മള് പിന്നെ ഇവരൊക്കെ വന്ന് ഇരിക്കുന്നവരുണ്ടല്ലോ, നമ്മൾ അണ്ണാച്ചികളെന്നൊക്കെ പറയുകയും പിന്നെ ഹിന്ദിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് കിടത്തണ്ണയിലൊക്കെ കിടക്കുന്നവരെ ചെറിയ കുട്ടിയും വെച്ചെടുത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്തോ ഒരു സ്നേഹത്തോടു കൂടി അവരിങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നമ്മൾ കൊട്ടാരത്ത് കിടക്കുന്ന ഭാര്യയും ഭർത്താവും മോത്തിൻ്റെ കെട്ടി കിടക്കുന്നുണ്ടാവുക. അപ്പോ നരകത്തിലും കൂടി സ്വർഗഗേഹം പണിയാനുള്ള പടുത്വം സ്നേഹത്തിനുണ്ട് എന്നതാണ്. ആ സ്നേഹത്തിന്റെ, അതാണ് അപരോന്മുഖത്വത്തിന്റെ, കൺസേൺ ഫോർ ദി അതറിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഈ ഭേദത്തെ, ഇന്നിപ്പോ ലോകം മുഴുവൻ നശിക്കാൻ പോകുന്നത് ഈ ഭേദചിന്ത കൊണ്ടാണ്. പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഭേദം, എല്ലാം ഭേദങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരു രാജ്യക്കാരൻ ഭേദചിന്ത കുറച്ച് കൂടുതലായിട്ട് ശത്രുതയായിട്ട്. ഇന്ന് വ്യത്യസ്തതകളൊക്കെ ശത്രുതകളായി മാറും. ഇതാണ് എല്ലാ ഐഡന്റിറ്റികളും വ്യത്യസ്തമായിട്ട് യുദ്ധോന്മുഖമാകാൻ ഉപയോഗപ്പെട്ടത്. സാമുവൽ ഹണ്ടിങ്ടൺ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്, വ്യത്യസ്ത സംസ്കാരങ്ങളും മതങ്ങളൊക്കെ യുദ്ധം വെട്ടാൻ ഉപയോഗപ്പെട്ടവരാണ്. അതാണ് അതിന്റെ തിയറിയുടെ. പക്ഷേ ഈ വ്യത്യസ്തതകൾ ശരിക്കും പരസ്പരം സ്നേഹിക്കാനാണ് വേണ്ടത്. കാരണം ഇത് ആണും പെണ്ണും വ്യത്യസ്തതല്ലേ, ആ വ്യത്യസ്തതകളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ വ്യത്യസ്തതകളെ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ്, ഒന്നാണ് എന്ന് തോന്നണം.
ഈ വ്യത്യസ്ത രൂപത്തിൽ വന്ന് എന്നാലാണ് ഈ വ്യത്യസ്തതകളെ സ്നേഹിക്കാനും കൂടി അഭേദാവബോധം, അതാണ് അഖണ്ഡാവബോധ പ്രജ്ഞ എന്നാണ് ഗുരു എന്ന് പറയുന്നത്. പരപ്രിയ ഹേതുത്വം ഉണ്ടാകണമെന്നാണ്, മറ്റുള്ളവർക്ക് പ്രിയമുണ്ടാകുന്ന കാര്യം ചെയ്യാനുള്ളതാണ്. അത് ഇവർക്ക് ചെറിയ കള്ളത്തരം കൂടി മാറ്റി പറയുക, മറ്റുള്ളവർ സന്തോഷിച്ചോട്ടെ. ശ്രീലങ്കയിൽ നിന്ന് കപ്പലിൽ വരുന്ന സമയത്ത് കപ്പൽ വല്ലാതെ ആടിയുണ്ട്. ചിലവർ ചോദിച്ചു, ഒരു പേടിച്ചു ചോദിച്ചു, പേടിക്കുന്നവരാ? ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. കാരണം പേടിക്കുന്നവരാ, ഇത് സന്തോഷമായിക്കോട്ടെ, ഗുരുവിനും പേടിച്ചു എന്ന് പറഞ്ഞാൽ. ചിലവർ പറഞ്ഞു പേടിക്കണം, ധൈര്യമാണ്, പേടിച്ചില്ല എന്നോ. പിന്നെ ശിഷ്യന്മാർ എന്താ ഗുരു രണ്ടും പറഞ്ഞല്ല, അവർക്ക് എന്താ വെച്ചാൽ പേടിച്ചവർക്ക് ഞാനും കൂടെ പേടിച്ചു പറഞ്ഞൊരു സന്തോഷമാകുമല്ലോ, മറ്റവർക്ക് പേടിച്ചില്ല പറഞ്ഞാലും സന്തോഷമാകുമല്ലോ. അദ്ദേഹത്തിനൊരു പേടിയുണ്ടായിരുന്നു. ഗുരുവിന്റെ ശക്തി എന്തുകൊണ്ടായി അഭേദബോധത്തിൽ നിന്നാണ് ഐത്യത്തിന്റെ ധൈര്യം. പിന്നെ അരിയുപ്പുറത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ മന്ത്രവാദി, ആളെ കൊല്ലുന്ന മന്ത്രവാദിയുടെ അടുത്ത് ധൈര്യത്തോടു കൂടി ചെല്ലാം. കെട്ടുകല്യാണത്തിന് എന്ന് പറഞ്ഞ് നിർത്താൻ ഈ ധൈര്യം എങ്ങനെയാ ഗുരുവിനുണ്ടായത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ ഒരു സംഭവം പറഞ്ഞാൽ മതി. ഒരു ഭയങ്കര ഇടിയും മിന്നലും കാറ്റുള്ള സമയത്ത് ഗുരുവും ശിഷ്യനെ വിളിക്കാൻ രാത്രി വരികയാണ്. ശിഷ്യൻ പേടിച്ച് പറിച്ചു വരും, അറക്കി ഇടിയും ഭയങ്കര മിന്നലൊക്കെ. ഗുരുവിനൊരു പേടിയില്ല. എന്താ ഗുരുവിനൊരു പേടിയില്ലല്ലോ? അപ്പൊ ഗുരു പറഞ്ഞ എന്താ ചെല്ലോ, പിന്നെ രണ്ടിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. നിങ്ങൾ ഭയക്കുന്നത് മറ്റൊന്നിനെയാണ്, മറ്റൊന്ന് എന്നില്ലെങ്കിൽ ഭയമില്ല. അതാണ് അദ്വൈതം. മറ്റൊന്നിനെ ഭയക്കുന്നത് അഭേദാണ്. അതൊക്കെ ഒന്നാണ്. ഇതാണ് ഞാനെന്ന ഭാവം കൊടുത്തിട്ട് പ്രപഞ്ചം മുഴുവൻ ഞാനാന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിലൊന്നും ഭയക്കണ്ടില്ല. ഈ അഭേദബോധ പ്രജ്ഞയാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കുമുള്ള ജീവിതത്തെ വെല്ലുവിളിയായി ഉയർത്തുന്ന എല്ലാറ്റിനുള്ള ഏറ്റവും വലിയ ഔഷധിയാണ് അഭേദം ഉണ്ടാക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വാൾ സ്ട്രീറ്റിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉള്ളവരും ഇല്ലാത്തവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അഭേദബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളവൻ ഇങ്ങനെ ഒരു കൂട്ടി വെക്കില്ല, മറ്റുള്ളവർക്കും കൊടുക്കാൻ പോകും. ഈ പിന്നെ വർഗീയമായിട്ടുള്ള ലക്ഷ്യതകളും മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ ഗുരു പറഞ്ഞാൽ പല മതസാരമേകം എന്ന് പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ ലോകത്തെ രക്ഷപ്പെടുത്താനുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സാരോപദേശങ്ങളാണ്. ഇതെല്ലാം തന്നെ സാഹിത്യത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മധ്യഭാഷയുടെ ഉന്നതവും ഉദാത്തവുമായ സാഹിത്യത്തിന്റെ പ്രയോഗത്തിൽ കൂടെ മനുഷ്യവംശത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ മനുഷ്യന് ഭൗതികമായിട്ട്, സ്ഥാപനമായിട്ടല്ല ഭൗതികമായിട്ടുള്ള അതിജീവനത്തിനുകൂടി സാധ്യത ഉള്ളൂ എന്നാണ് ഞാൻ എൻ്റെ ഈ ലഘുപ്രഭാഷണത്തിൽ കൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. നന്ദി, നമസ്കാരം. കൺസേൺ ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളൊക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യം, കുറച്ച് കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെയാണ് വളർന്നു വരുന്നതെങ്കിൽ നമുക്കത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളുടെ കുട്ടികൾക്ക് അവർ വളർന്ന സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് മെച്ചപ്പെട്ട രീതിയിലാണ്. അപ്പോൾ അതാണോ ഇത് നിർണ്ണയിക്കുന്നത്, ഈ മറ്റുള്ളവരോട് സഹാനുഭൂതിയൊക്കെ? നമുക്കിപ്പോൾ കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് മാത്രം അവർക്ക് കൺസേൺ ഫോർ അതർ ഉണ്ടാവില്ല എന്ന് വിശ്വാസം. നമ്മൾ അങ്ങനെ ഒരു കോച്ചിങ് കൊടുക്കണം അവർക്ക്. അങ്ങനെ മറ്റുള്ളവരുടെ വിഷമത്തിലൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് മോൾഡിങ് ആണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ചരിത്രത്തിൽ ശ്രീബുദ്ധൻ, സിദ്ധാർത്ഥൻ രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ്. ഈ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. ഒരു പിച്ചക്കാരനെ കൊണ്ടോടുകൂടി കമ്പാഷൻ. അപ്പോൾ സൗകര്യത്തിൽ ജീവിച്ചുകൊണ്ടുണ്ട്. നമ്മൾ കുട്ടികളെ ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളെ എല്ലാം പാമ്പർ ചെയ്യുന്നുള്ള ഒരു മോഡേൺ സൊസൈറ്റിയുടെ വലിയൊരു പ്രശ്നമായിരുന്നു. അവരെ അവർക്ക് കുറച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൺസേൺ ഫോർ ദി അതർ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ വയസ്സാം കാലത്ത് പിന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് തന്നെ അവരുടെ ജീവിതം കൂടുതൽ മനുഷ്യനായിട്ടൊക്കെ ജീവിച്ചു വെച്ചോട്ടെ. സുഭാഷ് ചന്ദ്രൻ പറയുന്ന
പ്രായപൂർത്തിയാകാതെ മരിക്കുന്ന ഒരേ ഒരു ജീവി ലോകത്ത് മനുഷ്യനാണ്. കാരണം മനുഷ്യന് പ്രായപൂർത്തിയാണെങ്കിൽ ഗുരുവിന്റെ ഭാര്യയൊക്കെ ആവും. ആ പ്രായപൂർത്തിയിൽ ആരും എത്തില്ലല്ലോ, മരിച്ചു. എനിക്കങ്ങനെ തോന്നിയിട്ട് കുട്ടിയോട് നമുക്ക് അങ്ങനെ കഷ്ടപ്പെടുത്തണമെന്നില്ല, പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സാഹചര്യം ഉണ്ടാവും. കുറച്ച് ദാരിദ്ര്യം കഷ്ടപ്പെട്ടോ നമ്മൾക്ക് പിന്നെ പൈസയൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ സാധിപ്പിച്ചു കൊടുത്താൽ ലൈഫിൽ അത് ഒരിക്കലില്ല. ഇപ്പൊ സിംഗപ്പൂർ അധികം ബുദ്ധിമുട്ടൊന്നും അറിയാണ്ട് തന്നെയാണ്. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ കൺസേൺ ഫോറേഴ്സ് ഇല്ലാണ്ടാവുന്നുണ്ടോ? അതിൻ്റെ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സമ്പത്ത് കൂടിയാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആത്മീയമായ സമ്പത്തൊന്നും കുറയും. അതുകൊണ്ട് വലിയ ആൾക്കാരൊക്കെ നോക്കും, അവരൊന്നും ഭൗതിക സമ്പത്തിൽ നിന്ന് കുറച്ച് വിട്ടു. ഗുരു താമസിക്കുന്ന വീട് ഒരു ചെറ്റപ്പരമായിട്ട് വീട്ടിലാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. പിന്നെ വലിയ നമുക്കിപ്പോ പിന്നെ മതപരമായിട്ട് നോക്കുകയാണ്. ഇപ്പൊ യേശു സമ്പന്നതയും ഉണ്ടായിരുന്നു, കഷ്ടപ്പാടും അങ്ങനത്തെ ഒരു ചുറ്റുപാടിലല്ലേ, പരിതാപകരമായ ജീവിതമല്ലേ. കൃഷ്ണൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലും കൃഷ്ണനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നാൽ യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിൽ വിദുര ചെറ്റപ്പെടുതൽ കടന്നത്തെ ടു ബി അവേ ഫ്രം ദി ഇതുണ്ടല്ലോ ലക്ഷറിയും അതും ഇതാണ്. ഇതുമാതിരി ഒരു മുസ്ലിം ഗ്രൂപ്പ് സ്കൂളിൻ്റെ ഇനോഗ്രേഷൻ ഒരു വലിയ പൈസ ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അത്യാവശ്യം സൗകര്യമൊക്കെ കൊടുക്കുക വെച്ചിട്ടാണ് ക്ലാസ് മുറി അടക്കം ഈസിയാണ്. നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു മുസ്ലിം ഗ്രൂപ്പാണ്, നിങ്ങൾ ഈ കുട്ടികളെ ആഴ്ചയിൽ 2 ദിവസം ഒരു കട്ട വീട്ടിൽ യേശുവില്ലാതെ ഈന്തപ്പനയുള്ള തലയണി ഇത് വെച്ചിട്ട് താമസിപ്പിക്കുന്നു. ഒരാൾക്ക് ആ ചിലർക്ക് പെട്ടെന്ന് കൂടി, കാരണം നബി അങ്ങനെ ജീവിച്ചിരുന്നത്. ഏറ്റവും അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോഴും നബി ഒരു കട്ട വീട്ടിൽ ഈന്തപ്പന, ഇതിനൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് സാമ്യം തോന്നും. ബുദ്ധൻ പുറത്തിറങ്ങി, അപ്പോൾ അതിലൊരു സാധനം. അപ്പൊ ഈ അതിസമ്പന്നമായ സൗകര്യം ഭൗതികമായിട്ട് എല്ലാതും അത് കൊടുക്കണ്ടാന്നല്ല. അങ്ങനെ ഇയാളെ കുട്ടികളൊക്കെ ദരിദ്രരായിട്ട് വേറ്റാനാണോ പറയുന്നത് ചോദിക്കുന്നത്, അതല്ല. പക്ഷെ നമ്മൾ അവർക്കും പിന്നെ വലിയൊരു പിന്നെ ഇല്ലായ്മ ലോകത്ത് നിന്നും ഇതൊക്കെ നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു ഓർഗനൈസേഷൻ. ഈ ഭാഷയെ ഭാഷ നമ്മൾ ഭാഷ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യത്വമുണ്ടാകുന്നത്. ഞാൻ ഈ ഹരാരിയുടെ ഈ സാപ്പിയൻസ് പറഞ്ഞത് നമ്മൾ ഈ സ്റ്റോറി ടെല്ലിംഗ് ആനിമലാണ് മനുഷ്യൻ. സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഭാഷ വേണം. അപ്പം അതായത് നമ്മൾ ഈ സ്റ്റോറി പറയാൻ മാത്രമല്ല, അതിൻ്റെ അകത്ത് വിദൂരങ്ങളിലുള്ള ആൾക്കാരെയും ആ കഥകളിൽ വിശ്വസിപ്പിക്കാനുള്ള കാര്യമില്ല. അങ്ങനെ അപ്പോൾ അത് സാഹിത്യം മാത്രമല്ല, നമ്മുടെ ഈ പണം അല്ലെങ്കിൽ രാജ്യം അല്ലെങ്കിൽ അതിർത്തികൾ, അതുപോലെ ഈവൻ കോർപ്പറേറ്റ്സ്, ഇതൊക്കെ ഒരു സ്റ്റോറി ആണ് ശരിക്കും പറഞ്ഞത്. ആ സ്റ്റോറി വിശ്വസിക്കുന്നതുകൊണ്ടാണ് US $80 ആ ഒരു ട്രസ്റ്റ് സൃഷ്ടിക്കപ്പെടുന്നത്. അതെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി നല്ലൊരു കഥ അതിനെപ്പറ്റി പറയാൻ പറ്റുകയാണെങ്കിൽ, അതിൽ കുറെ ആൾക്കാർ വിശ്വസിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റോറി പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സയന്റിസ്റ്റുകൾ തിയറി പറഞ്ഞാലേ അക്സെപ്റ്റ് ചെയ്യുക. സാഹിത്യത്തിൽ കൂടെ വരുമ്പോഴാണ് ഹൃദയസ്പർശിയ. അതെ. അതാണ് പോസ്റ്റ് കോവിഡ് സാഹിത്യം വരേണ്ടതാണ്. നമ്മുടെ ഈ എക്സിസ്റ്റൻസിന്റെയും നിലനിൽപ്പിന്റെയും അതിജീവനത്തിനെയൊക്കെ അഡ്രസ് ചെയ്യുന്ന സാഹിത്യകൃതികൾ ഉണ്ടാവുകയും അതിന് പ്രചാരം ഉണ്ടാവുകയും ആവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടൊരു ആവശ്യമായിട്ട് കൂടി വരികയാണ്. ഗ്രേറ്റ തുൻബെർഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗമാരക്കാരിയുടെ ഇതില് പിന്നെ രോഗരാഷ്ട്രങ്ങളൊക്കെ വർദ്ധിച്ചു കളഞ്ഞില്ലേ അവർക്കൊന്നും ഒരു കൺസേൺ ഇല്ല. ആ കുട്ടി പറഞ്ഞില്ല കഥ അതാണ് ഇപ്പം
പുതിയ തരത്തിൽ വ്യത്യാസം എന്താന്ന് പറഞ്ഞെങ്കിൽ ഈ സാറി കോർപ്പറേറ്റുകളൊക്കെ പറഞ്ഞു അവർക്ക് ഈ പാരിസ്ഥിതികമായിട്ട് വിഷയങ്ങളിൽ വലിയൊരു കൺസേൺ ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനോട് കൺവേർജ് ആകുന്നുണ്ട്. കാരണം ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വിജയമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് ഈ വിസ എന്ന് പറഞ്ഞ ഈ ക്രെഡിറ്റ് കാർഡിന്റെ കാർഡിന്റെ കമ്പനിയാണ്. ഞങ്ങൾ ഇപ്പം നമ്മൾ കാർഡ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതൊക്കെ ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് കാർബൺ എത്ര കിലോ കാർബൺ നിങ്ങൾ കൺസ്യൂം ചെയ്തു എന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാം. കാർബൺ ഫുഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു കസ്റ്റമറാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഞാൻ ഇത്രയും കാർബൺ എമിഷൻ കൊണ്ടുണ്ടായി, കാരണം ഞാൻ വിമാനത്തിൽ പോയി അതിൻ്റെ അകത്ത് ബിസിനസ് ക്ലാസ് എടുത്തു, നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കാർബൺ എമിഷൻ സ്കോർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഗിൽറ്റ് സൃഷ്ടിക്കുക. അപ്പോൾ ആ ഗിൽറ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാർബൺ ഒരു ഇത് വാങ്ങിക്കാൻ എന്തെങ്കിലും പേരെന്നുണ്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് വാങ്ങിക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് ആ വാങ്ങിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ റിന്യൂവബിൾ എനർജി സോഴ്സസ് വെച്ച് അങ്ങനത്തെ സംഗതികളിലേക്ക്. അപ്പോൾ അങ്ങനെ അതെ, അപ്പോൾ ഇതിന് ഈ കോർപ്പറേറ്റ്സുകളെ കൂടി ഊട്ടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് ഇതിന് ആവശ്യമുള്ളതാണ്. കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ ലോകം ഭരിക്കുന്നത്. പക്ഷേ ഈ ജനങ്ങളുടെ ഈ ഗവൺമെന്റുകളുണ്ടല്ലോ, ജനാധിപത്യത്തിന്റെ ഒരു സൂപ്പർവിഷൻ ഇരിക്കുമ്പോഴാണ്. കാരണം കോർപ്പറേറ്റുകൾ അവർ തമ്മിൽ മത്സരിക്കുന്നു. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ലാഭത്തിനോടുള്ള ഒരു ഇതുണ്ട്. അതിനൊരു ജനങ്ങളുടെ ഒരു സൂപ്പർവിഷൻ വേണം. ശരി, ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂർ പലതും അതുണ്ടല്ലോ. ഇവിടെ കാറും തോന്നിയവരും വാങ്ങാൻ പറ്റില്ലല്ലോ, സർക്കാരിന്റെ നിയന്ത്രണമല്ലേ. അല്ലെങ്കിൽ കാർ കമ്പനികൾ ഇവിടുന്ന് പോവില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ കാർ എന്ന് പറഞ്ഞെങ്കിൽ. അത് അങ്ങനെയുള്ള ഒരു നിയന്ത്രണം ജനങ്ങളുടെ വേണം. എഫിഷ്യൻസിന്റെ കാര്യത്തിലൊക്കെ ഈ ഗവൺമെന്റ് കമ്പനികളുടെ KSRTC കാട്ടിലൊക്കെ ഒരു കോർപ്പറേറ്റ് ആണെങ്കിൽ നന്നായിട്ട് വണ്ടി ഓടിക്കും. അല്ല, അതിനൊരു ഇൻസെന്റീവ് ആണ്. അപ്പൊ നമ്മുടെ ഈ കാർബൺ എമിഷൻ കൂടുതലുള്ള ഈ കമ്പനികൾക്ക് കൂടുതൽ ടാക്സ് അടയ്ക്കാം, അത് കുറയ്ക്കാനുള്ള ടാക്സ് കുറയ്ക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസെന്റീവ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റമാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളത് ഈ കോർപ്പറേറ്റുകളും ജനങ്ങളും ചെയ്യണം. അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ള മേഖല. അമേരിക്കക്കാരനോട് നിങ്ങളുടെ കാർബൺ എമിഷൻ കുറക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈഡൻ പറയാൻ ധൈര്യണ്ടാവില്ല, ട്രംപിന് പറയാൻ ധൈര്യമില്ല, ഇലക്ഷനിൽ കാണില്ല. അപ്പൊ അതൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന്റെ പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ ചില കാര്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോ കാർബൺ എമിഷൻ ഉണ്ടാവുന്ന പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ ഈ മാംസഭക്ഷണം പലതും മനസ്സിലാകുന്നില്ല. മാംസഭക്ഷണം വലിയൊരു ഫാക്ടറാണ്. 7000 കോടി മൃഗങ്ങളും പക്ഷികളും കൊല്ലപ്പെടുന്നുണ്ട് ഓരോ വർഷവും മനുഷ്യർ തിന്നാൻ വേണ്ടി. 7000 കോടി എല്ലാം കാർബൺ എമിഷൻ മീഥേൻ എമിഷൻസും ഇതും വളരെ കൂടുതലാണ്. അപ്പൊ നമ്മള് വെറും ചില ഈ പെട്രോളും ഡീസലിന്റെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ശരി. പിന്നെ അതേപോലെ ഈ മൃഗങ്ങൾക്കും വെള്ളം വേണം, ഭക്ഷണം വേണം. ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കാട് വെട്ടിത്തെറിച്ച് നമ്മൾ കൃഷി ചെയ്യും. ഈ ആ സ്ഥലം ശരിക്കും മനുഷ്യന് വേണ്ടി കൃഷി ചെയ്തിട്ട് ആ വെള്ളം മനുഷ്യന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഴുവൻ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യും. പലപ്പോഴും ശാസ്ത്രത്തിനാണ് ഇതിന് ഉത്തരം. പലപ്പോഴും മനുഷ്യൻ അത് വേണ്ടമാതിരി അവരെ മോട്ടിവേറ്റ്. ഇപ്പോഴത്തെ ഈ സയൻസിന്റെ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കാനുള്ള ഒരു കെൽപ്പുണ്ട്. പക്ഷെ അതിനെല്ലാം ഈ പലപ്പോഴും ഈ ഫണ്ടിങ് ഏജൻസികൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുണ്ടാകും. അല്ലിപ്പോ ആറ്റമിക് ഫ്യൂഷൻ കൊണ്ടുള്ള ഒരു എനർജി പ്രൊഡ്യൂസർ ക്ലീൻ എനർജി ഒറ്റ ജനറേഷൻ മതി ലോകത്തുള്ള വൈദ്യുതി മുഴുവൻ. അതൊക്കെ ഉണ്ടായിക്കൂടാ ഇതിന്റെ ഇടയ്ക്ക്. അതെ, ലാബിൽ മാംസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിംഗപ്പൂരൊക്കെ. അതെ അതെ. അപ്പം രണ്ട് നമുക്ക് നിങ്ങൾ കൊല്ലുന്നു എന്നുള്ളൊരു ആറ്റോമിക് ഫ്യൂഷൻ കൊണ്ടുള്ള എനർജി ക്ലീൻ എനർജി അല്ല, ഇഷ്ടമായ എനർജി അല്ല. അതൊന്നും ഒരു വിദൂര സ്വപ്നമൊന്നും അല്ല. ശരി, അതെ, വല്ലാതെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. മുമ്പ് പറഞ്ഞത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനിപ്പോ
പക്ഷേ ഈ സയന്റിസ്റ്റുകളുടെ ലോകത്ത് എനിക്കറിയില്ല, ഭയങ്കര കുതികാലപ്പെട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അവർക്ക് അവർ പ്രോത്സാഹനം ഉണ്ടാവില്ല. ഈ ലാഭവും ഈ മനുഷ്യന്റെ ഈ ചീത്ത വികാരങ്ങളുമാണ് നമ്മളെ തന്നെ ഡെവലപ്മെന്റ് വികാരമായിട്ട് നിൽക്കുന്നത്. സാഹചര്യത്തിന്റെ തൈ കൂടുതലാണ്. പ്രഹ്ലാദ് സാറ് നമ്മുടെ ചോങ്പാങ് CCയിലാണ് സാറിനെ ആദ്യമായിട്ട് അതിഥിയായിട്ട് കൊണ്ടുവന്നത്. TT ശ്രീകുമാർ സാർ ഉൾപ്പെടെയുള്ള പ്രസംഗകർ അന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങയുടെ ആ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ തന്നെ ആ അറിവും ആശയങ്ങളും ഇങ്ങനെ അടുക്കി ഞങ്ങളോട് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അത് വളരെ ഹൃദ്യമാണ്. അതങ്ങനെ അത് ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്കില്ലാണെന്ന് തോന്നുന്നില്ല. ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് പൊതുവെ ഇത്തരത്തിൽ അടുക്കാനും അത് വളരെ ഭംഗിയായി നമ്മളോട് പറഞ്ഞു തരാനുമുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് വളരെ ഗംഭീരമാണ് എന്ന് തന്നെ വിചാരിക്കുകയാണ്. അത് ശരിക്കും ഒരു ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നുന്നു. വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് ഒരു സാറിൻ്റെ ആ പേടിയോട് ചേർന്നിട്ട് ഒരു കഥ പറയാനുണ്ട്. ഭയം എന്നുള്ളത് രണ്ടാമതൊന്നില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഗുരുവിനോട് ചേർന്നുള്ള കഥയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഗുരുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹം ഇന്നലെ അങ്ങ് പറഞ്ഞത് കേട്ടിട്ട് എല്ലാ അദ്വൈതമാണ്, എല്ലാവരും ഒന്നാണല്ലോ. ഞാനിങ്ങനെ പോവുമായിരുന്നു, ഒരു ആന ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആനയുടെ അടുത്ത് ചെന്നു, ആന എന്നെ തൂക്കി എറിഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ? രണ്ടും ഒന്നല്ലേ? ഞാനും ആനയും ഒന്നാണെങ്കിൽ ആന എന്നെ എന്തിനറിയണം? അപ്പോൾ അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഞാനങ്ങനെ ആനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ പാപ്പാൻ എന്നോട് പറഞ്ഞു മാറിക്കോ എന്ന് പറയുന്നു. ഞാൻ ആനയുടെ അടുത്ത് നിന്ന് അയാൾ തൂക്കി. അപ്പോൾ ഗുരു, അതാണ് പ്രശ്നം, ആ പാപ്പാനും ദൈവമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ. മറ്റൊരു കാര്യം, ഈ അതിജീവനം എന്നുള്ളത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അത്ര ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അതിജീവനം? വേണ്ട, എനിക്ക് അപ്പോൾ അത് വളരെ ആ ഒരു അവരനെ മനസ്സിലാക്കുന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ അത് സാഹിത്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സാഹിത്യം മനുഷ്യരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? സാഹിത്യം ഇപ്പോൾ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള സാധനമാകുന്നത്. ഇപ്പോൾ മാർക്കറ്റിലല്ല, ഇപ്പോൾ മാർക്കറ്റിന് പെട്ടെന്നൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോഡക്റ്റ് കൊടുക്കുന്ന മാതിരി കൊടുക്കാൻ കഴിയില്ല. ആത്മാർത്ഥത ആവശ്യപ്പെട്ടു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെ സാഹിത്യം ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സാഹിത്യത്തിനെ കമ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാക്കിയുള്ള നവമാധ്യമങ്ങളുണ്ട്. അവയ്ക്കൊന്നും ഇതുപോലുള്ളൊരു ഇമ്പാക്റ്റ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല. അല്ല, സാഹിത്യത്തിനാണ് സമഗ്രമായിട്ട് എല്ലാ മനുഷ്യനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന സാഹിത്യം എന്നുള്ള കലാരൂപം തന്നെയാണ്, അത് സംശയമില്ല. പക്ഷെ അത് അതിൻ്റെ ആ ശക്തിയോടുകൂടി വരണം. അതാണ്, ആ ശക്തിയോടുകൂടിയുള്ള എഴുത്ത് വരണം, അത് ജനങ്ങളിലേക്ക് എത്തണം. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാഹിത്യത്തിന്റെ ശക്തി കുറഞ്ഞു വരിക എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടുന്നതൊക്കെ നോക്കുമ്പോൾ 21ാം നൂറ്റാണ്ടിൽ നോബൽ സമ്മാനം കിട്ടിയതൊക്കെ 20ാം നൂറ്റാണ്ടിൽ കിട്ടിയതിനെക്കാട്ടൊക്കെ വളരെ ഇൻഫീരിയർ ആയ സാധനങ്ങൾക്കാണെന്നുള്ള അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ സാറ് നമ്മുടെ ഈ ഭാഷ എങ്ങനെയാണ്, കൃത്യമായി എനിക്ക് ആ ടോപ്പിക് ഓർക്കാൻ പറ്റുന്നില്ല. സുരേഷ് സാറിൻ്റെ ഒരു 3 മണിക്കൂർ നീണ്ട ഒരു വലിയ പ്രഭാഷണം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഭാഷ മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ മാറ്റി, അല്ലെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ആ സാറ് പറഞ്ഞൊരു പോയിന്റില്ലേ, ഈ നിയാൻഡർതാൽസിൽ നിന്ന് മനുഷ്യനായി മാറിയത് ഭാഷയുടെ ഉത്ഭവത്തോടു കൂടിയാണെന്ന് പറഞ്ഞ വലിയൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. താങ്ക് യു സാർ. 1.5 കോടി അല്ല 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വർഷത്തിന്റെ ഇടയിലാണ് ഹോമോസാപ്പിയൻ ഉടലെടുത്തതെന്നാണ് ധാരണ. ആ 1.5 ലക്ഷത്തിന്റെ സമയത്തിന്റെ ചിഹ്നങ്ങളിൽ കൂടെ ആംഗ്യയിൽ കൂടെയുള്ള സംസാര ഭാഷ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഹോമോസാപ്പിയൻ ആവുന്നതോടുകൂടി തന്നെ ഭാഷേന്ദ്രിയം വരലും ഹോമോസാപ്പിയനാവും ഒന്നിച്ചതാണ്. അത് കഴിഞ്ഞ് 1,14,000 കൊല്ലം പിറകിലാണ് ആഭരണങ്ങളും പിന്നെ അലങ്കാര വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ സൗന്ദര്യബോധമാണ്. അപ്പൊ ഭാഷ ഉണ്ടായി. അപ്പൊ മനുഷ്യനിലെ സൗന്ദര്യബോധം ഉണ്ടാവും. ഇതൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ ഒരു രസം തോന്നുന്നില്ല. പിന്നെ കഥ പറയാൻ പറഞ്ഞത് ഹരര് പറഞ്ഞ കഥ പറയാൻ 33,000 വർഷം മുമ്പെയാണ് ഗുഹാമനുഷ്യരാണ് ആദ്യം കഥ പറയുന്നത് തുടങ്ങിയത്. ആ
അപ്പൊ ഈ കഥ ഭയങ്കര ഒരു സാധനം, നറേഷൻ എന്ന് പറഞ്ഞത് മനുഷ്യനെ മനുഷ്യനാക്കിയത് ഭാഷയാണെങ്കിൽ ആണ്. പോൾ റിക്കോർഡ് പറഞ്ഞിട്ട് ഭാഷാശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ പ്രജ്ഞയിൽ കാലബോധം ഉണ്ടാക്കിയത് കഥയാണ്. കാലബോധം, ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ആ ബോധം ഉണ്ടാക്കിയത് കഥയാണ്, കഥ പറച്ചിലാണ് ഉണ്ടാക്കിയത്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കിയത് ഭാഷയാണെങ്കിൽ മനുഷ്യനെ ചരിത്ര മനുഷ്യനാക്കിയത് കഥയെന്ന് പറയുന്നത്. അപ്പൊ കഥ സാഹിത്യത്തിന്റെ ഒരു ഭാഗം. സാറ് പറഞ്ഞ ഈ പരിക്ലേശബോധം സൃഷ്ടിക്കാൻ അതൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ പറയാമോ? പരിസ്ഥിതി സംരക്ഷണത്തിന് അവസാനം എല്ലാവരും ഗ്രേറ്റ് കാണണമെന്ന് പറയുന്നതിന്റെ അത് ശരിക്കും ഗ്രേറ്റ് കാണണം എന്നുള്ളത് ആ ഭൂമിയും കൂടി കരയാണ് ആ കുട്ടിക്ക് വേണ്ടി. കാരണം ഫ്ലൈറ്റ് പോകുമ്പോൾ ആകാശത്തേക്ക് പോവല്ലേ, അപ്പൊ ഭൂമിക്ക് ഈ കുട്ടി ആകാശത്തേക്ക് പോകണം കൂടി പേടി. ഈ ഗ്രേറ്റ് കാണുന്ന ഭൂമി പറയാം, കാരണം ഭൂമിയെ സംരക്ഷിക്കാൻ ഒരു കുട്ടിയേ ഉള്ളൂ എന്നുള്ള നിലയ്ക്കാണ്. അല്ല, അപ്പൊ പറയുമ്പോ അവര് എവിടെ സ്വീഡിഷ് ആണ്, നല്ല റിച്ച് ആയിട്ട് ഫാമിലിയില്ല. എന്നിട്ട് ആ കുട്ടി ഫ്ലൈറ്റിന് കൂടിയാണ് പറയുന്നത് കുട്ടി അപ്പൊ അങ്ങനെ ഒരു കുട്ടിയിലടക്കം ആ ഒരു മനുഷ്യത്വത്തിന്റെ ഒരു ഉദയം ഉണ്ടാവുക. സമ്പന്ന കുടുംബത്തിലെ എല്ലാ സൗകര്യത്തോടും കൂടി നടന്നിട്ടും കപ്പലിലേക്ക് പോകുന്നത് വളരെ കാർബൺ കൊണ്ട് പുറത്തേക്ക്. ജർമ്മനിയില് ചില കോർപ്പറേറ്റ് കമ്പനിയിലെ സിഇഒസ് സൈക്കിൾ യൂസ് ചെയ്യുന്ന നമ്മളൊരു ഫാക്ടറി ഇൻസ്പെക്ഷൻ വേണ്ടി പോയപ്പോ സിഇഒ രണ്ടു കൊടുത്ത് തന്നെ ഒരു കാരണമാണ് ഹോട്ടലിൽ ചെറിയൊരു അയാള് നാട്ടിലൊന്നും എനിക്കറിയില്ല. നാട്ടിലെ ഈ രാഷ്ട്ര കമ്പനികളിലൊക്കെ വലിയൊരു കാര്യമായിട്ട് അത് കാണുന്നു. നാട്ടില് നമ്മളുടെ ആൾക്കാര് അറിയാലോ, നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കോർപ്പറേറ്റുകളൊക്കെ വെറും തട്ടിപ്പോസ്ഥാനക്കാരാണ്. പിന്നെ ഇത് സർക്കാർ ഇത് ചെയ്യുന്നുള്ളത് കൂടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം സിംഗപ്പൂരിൽ ഇവിടെ സിംഗപ്പൂർ ഗവൺമെന്റ് നല്ലൊരു സൂപ്പർവിഷൻ അതാണ്, അതുകൊണ്ടാണ് അത് പിന്നെ ഗവൺമെന്റ് ഇവർക്ക് പൈസ വാങ്ങാനും അഴിമതിക്ക് പുറപ്പെട്ടാൽ പിന്നെ അവരെന്തും ചെയ്യും. അതായത് നമ്മളിപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ പ്രശ്നങ്ങൾ ഇപ്പോഴൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു കാരണമൊക്കെയാണ് മനുഷ്യൻ്റെ കാർബൺ എമിഷനും ഇതൊക്കെ. പക്ഷേ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോകത്തുണ്ടായ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡിസാസ്റ്റേഴ്സ്, അത് കേൾക്കാകട്ടെ ഫ്ലഡാകട്ടെ ഇതുപോലുള്ള ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പിന്നെ രോഗങ്ങളായാലും ഒരു 100 വർഷം മുമ്പാണ് ഉണ്ടായത്. ഇന്നത്തെ പോലെ ഇൻഡസ്ട്രിയലൈസേഷൻ അത്ര ഇൻറ്റൻസീവായിട്ടുള്ള ഒരു സമയത്തല്ല ഉണ്ടായത്. അതിനർത്ഥം ഈ ഇൻഡസ്ട്രിയലൈസേഷനും കാരണമാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നത് നമുക്ക് കൃത്യമായിട്ട് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു തിയറി മാത്രമേ. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഫ്ലഡ് ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ 18-19 നൂറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാനങ്ങളിടയിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായത്. അത് കാർബൺ എമിഷൻ കൊണ്ട് തന്നെയാണ് തെളിയിക്കപ്പെട്ടത്. ഇൻഡസ്ട്രിയലൈസേഷൻ അതിപ്പോ 18 നൂറ്റാണ്ടിലൊക്കെ തുടങ്ങിയുള്ളൂ. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോഴാണ് ഭയങ്കരമായിട്ട് ജോഗ്രഫിക്കൽ പ്രൊപ്പോർഷൻ കൂടുതൽ. മറ്റേ പ്രകൃതി ദുരന്തം നമുക്ക് നിവൃത്തിയില്ല. പിന്നെ എർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇത് വന്ന് വീഴുകയും ചെയ്യും, ചിഹ്നഗ്രഹം വന്ന് വീഴുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സയൻസ് കൊണ്ട് തടഞ്ഞെടുക്കാം. പക്ഷെ നമ്മളുടെ തെറ്റായ വികസനം കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്.
ഈ 1941 റെഫറൻസ് വെച്ചിട്ട് നമ്മുടെ ആ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഒരു ഗ്രാഫുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് സാർ പറഞ്ഞതുപോലെ ഒരു 2.5 ഡിഗ്രിയോ 3 ഡിഗ്രിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി 0.85 ഡിഗ്രീസ് ഫ്രം 1941 ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനാണ് സാധ്യത. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ നമ്മളെ അറിയിപ്പോ വയനാട്ടിലൊക്കെ കൂടി ചൂടായിപ്പോയി. വയനാട്ടിലൊക്കെ എന്ത് ഫാനും കൂടി ഉണ്ടായിരുന്നില്ല. ചൂട് മനുഷ്യൻ ഇവോൾവ് ചെയ്താലും മതിയായിരിക്കും അല്ലേ? അല്ല അതില്ല, അത് ശരിയല്ല. അത് പക്ഷെ അതാണ് പറയുന്നത്. ഇപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് മനുഷ്യനത് അഡപ്റ്റ് ചെയ്യും. പക്ഷെ അതിന് ശാസ്ത്രാർത്ഥങ്ങൾ വേണം. മനുഷ്യന് ഈ മാറ്റങ്ങൾ, ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് നമുക്ക് നമ്മുടെ ബയോളജി അഡപ്റ്റ് ചെയ്യും. മെല്ലെ മെല്ലെ ഉള്ളതാണെങ്കിൽ അഡപ്റ്റ് ചെയ്യും. ആഗോളതലത്തില് സാഹിത്യ രംഗത്ത് ഇതിനെപ്പറ്റിയിട്ടുള്ള അവബോധമുണ്ടോ? സാഹിത്യരംഗത്തൊക്കെ ചർച്ചകളും നമ്മൾ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്സ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ല ഞാൻ മാത്രം പറയും. ഞാൻ കുറച്ച് ഇതിനോട് താല്പര്യമുള്ള ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്. സാഹിത്യരംഗത്ത് ഒന്നിട്ട് സാഹിത്യ സംസ്കാരം കൂട്ടാൻ അറിയും വരുന്നത് രാഷ്ട്രീയ ഇന്ത്യയിലത്തെ രാഷ്ട്രീയം, അല്ലെങ്കിൽ സാഹിത്യപരമായ കാര്യം, സാഹിത്യം, മോഡേണിറ്റി, പോസ്റ്റ്മോഡേണിറ്റി, അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, സൗന്ദര്യശാസ്ത്രപരമായ കാര്യങ്ങൾ ആണ് അക്കാഡമിക്. ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ മറ്റു മാത്രം അതിനോട് സേഫർ സൈഡാണ്. നമ്മൾ ഇവോൾവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരു കേസ് നോക്കുമ്പോൾ മനുഷ്യർ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പൗരാണികതയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പൊതുവെ നോക്കുമ്പോൾ മനുഷ്യ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ടിരിക്കുകയില്ലേ. പണ്ട് വളരെ പട്ടിണിയും ഒരുപാട് വിഷമങ്ങൾ പണ്ടുണ്ടായിരുന്നു. പണ്ടത്തെ പ്രമാണങ്ങളൊക്കെ പറയണമെങ്കിലും ഇപ്പോൾ പൊതുവെ എല്ലാവരും മെച്ചപ്പെട്ടത് നമുക്ക് കുറെയൊക്കെ മെച്ചമുണ്ട്. പക്ഷെ അതേസമയത്ത് ലോകത്ത് കുറെ ആൾക്കാർ വ്യക്തിഗത കൊടുക്കുന്നവരിക്കുന്നുണ്ട്. നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നില്ലാണ്ട് ഒരു പ്രശ്നമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ജന്യമാരൊക്കെ പണ്ടത്തെ കാലം ഒന്നും ഇപ്പം കുറച്ചെങ്കിലും വെളിച്ചം അപ്പൊ സാറ് ഒരുപാട് ആശയങ്ങൾ നമ്മൾ വിചാരിക്കാത്ത ആശയങ്ങളെല്ലാം കുട്ടികളിലൂടെ കൊണ്ടുവരും. അപ്പം ഈ ഭാഷ എന്ന് പറഞ്ഞാൽ ഇനിയും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഭാഷ പോരായിരിക്കും അല്ലേ. കുറച്ച് ഭാവങ്ങളിലെ മനുഷ്യർ വളരെ പരിമിതമാണ് ഇപ്പോഴും എന്ന് തോന്നുന്നു. കാര്യം പലതും ഇനിയും നമ്മളിപ്പോ ഈ ഭാഷയിൽ നിൽക്കുന്നില്ല. ഇപ്പൊ മലയാളം തന്നെ വളരുന്നില്ല. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ആ വളർച്ച മുരടിച്ചു പോകും. ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മലയാളത്തിന് നമ്മളത് ഉപയോഗിക്കാത്ത, മലയാളം നല്ല ശേഷിയുള്ള ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. നമ്മള് ശാസ്ത്രം പഠിക്കാൻ മലയാളം ഉപയോഗിക്കുന്നില്ല. എല്ലാവരും ഇംഗ്ലീഷിലോട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഒട്ടും ഒരു അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മള് നമ്മുടെ ഭാഷയിൽ കൂടെ പിന്നെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠിക്കുമ്പോഴാണ് കൂടുതലത് നമുക്ക് സർഗാത്മകമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചതാണ്. ഇപ്പൊ നോക്കൂ, പിന്നെ ജപ്പാനീസ് ഭാഷയിൽ പഠിച്ചിട്ടാണ് നാനോ ടെക്നോളജിയിലടക്കം നോബൽ സമ്മാനം. റഷ്യക്കാരും അങ്ങനെ, ജർമ്മൻകാരും അങ്ങനെ. അവരൊക്കെ അവരുടെ ഭാഷയിലാണ് സയൻസും ടെക്നോളജിയും പഠിച്ചിട്ട് നോബൽ സമ്മാനം വാങ്ങുന്നത്. അങ്ങനെ പോയെങ്കിൽ കുറെ മുന്നേറാൻ പറ്റും. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഷയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടും. അത് വേഗം പിന്നെ ഗ്രഹിക്കാനുള്ള ശക്തി കൂടും കൂടുതൽ. അത് ഇപ്പൊ തെളിയിക്കപ്പെട്ട കാര്യം. ഇപ്പൊ മദർ ടങ് മൂവ്മെന്റ് പറയുന്ന വലിയ കണ്ടെത്തലുകളുണ്ട്. ഫിലിപ്പൈൻസിലെ സ്റ്റഡി അല്ലെങ്കിൽ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ട് സയൻസും ടെക്നോളജിയും പിന്നെ സ്വന്തം മദർ ടങ്ങിലാണ് ശരിക്കും അത് ഗ്രഹിക്കാനും അതിനെ ഉപയോഗിക്കാനും മദർ ടങ്ങിലാക്കണമെങ്കിൽ സാധിക്കാനും
മുലപ്പാലാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അതുമാതിരിയുള്ളൊരു സാധനമായിട്ട്. മാത്രമല്ല ഇപ്പോൾ പുതിയ പഠനം പറയുന്നത് നമ്മുടെ ലിംഗ്വിസ്റ്റിക് സ്കില്ല് വളർത്താൻ തന്നെ മദർ ടങ്ങാണ്. അപ്പോൾ മറ്റ് ഭാഷകൾ പഠിക്കാനുള്ള സിദ്ധി അടക്കം മദർ ടങ് അറിയുന്നവർക്ക് കൂടുതലുണ്ടാവും. ഈ ഭാഷാ ഇന്ദ്രിയാണ്, അതിനാണ് നറിഷ്മെന്റ് കിട്ടുന്നത് അല്ലേ മദർ ടങ് കൊണ്ട്, മുലപ്പാലിലേക്ക് മാറ്റി. അപ്പൊ നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുത്താൽ മതി, നന്നായിട്ട് ഇംഗ്ലീഷ് പറയണം, എന്നാൽ മലയാളം പഠിച്ചോ.